നമസ്കാരം ഗുഡ് മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ കൃഷ്ണേന്ദു, നല്ലൊരു ഞായറാഴ്ച ആണെങ്കിൽ പോലും ഒരുപാട് വാർത്താ പ്രാധാന്യമുള്ള ഒരു ദിവസമാണിന്ന്. നമുക്കറിയാം, ശിരൂരിലെ ദൗത്യം തന്നെയാണ് നമുക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നുള്ളത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വിവാദങ്ങൾ നമുക്കറിയാം. PV അൻവറിനെ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞതോടുകൂടി ഇനിയുള്ള നീക്കങ്ങൾ അൻവറിന്റെ ഏത് ഭാഗത്തു നിന്നാകും, പാർട്ടി അണികളിൽ നിന്നടക്കം ഇനി അൻവർ നേരിടാൻ പോകുന്നത് ഏത് തരത്തിലുള്ള അമ്പുകളാകും എന്നുള്ളതൊക്കെ നമുക്കിനി കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് ആ വിഷയത്തിലൊക്കെ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതും രാഷ്ട്രീയ കേരളം ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ ഒരുപാടുണ്ട് നമുക്ക് മുമ്പിൽ. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെയാണ്? US-ലാണ്. അതെ, അദ്ദേഹം 3 ദിവസത്തെ സന്ദർശനത്തിനായിട്ട് US-ൽ പോയിരിക്കുകയാണ്. ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാന ലക്ഷ്യം. അതിനൊപ്പം വേറെയും പല കാര്യങ്ങളും ഉണ്ട്. അതെ, ക്വാഡ് ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുത്തു കഴിഞ്ഞു. ന്യൂയോർക്കിൽ ഇന്ത്യൻ ജനതയെ അദ്ദേഹം അഭിസംബോധന ചെയ്യുകയാണ്. 10 വർഷത്തിന് ശേഷമാണ് അഭിസംബോധന ചെയ്യുന്നത്. 2014 ബരാക് ഒബാമ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് മോദി അങ്ങനെ ഒരു ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തത്. അപ്പോൾ അതിനുശേഷം 10 വർഷത്തിന് ശേഷമാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നത്. അപ്പൊ അതിലും എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തയായി നമുക്ക് മുന്നിലുള്ളത് അത് തന്നെയാണ്. പിന്നെ ശ്രീലങ്കയിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞു, നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഇലക്ഷൻ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് തന്നെയാണ് ഫലപ്രഖ്യാപനം. ഒരു ഏകദേശ ഫലം അത് ഏത് തരത്തിലാണ് എന്നുള്ളതിന്റെ സൂചന വന്നു കഴിഞ്ഞു. ത്രികോണ മത്സരമാണ് ശരിക്കും ശ്രീലങ്കയിൽ നടന്നത്. അപ്പോൾ ഇപ്പോഴുള്ള പ്രസിഡന്റ് ഉൾപ്പെടെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അതിന്റെ വിശേഷമുണ്ട്. അതുപോലെ തന്നെ ലെബനനിലെ യുദ്ധത്തിന്റെ ഒരു സാഹചര്യവും കൂടി നമ്മൾ വിലയിരുത്തുന്നുണ്ട്. പിന്നെ ഇന്ന് സെപ്റ്റംബർ 22 ഇന്ന് 2 പ്രത്യേകതയുണ്ട്. ഞാനിങ്ങനെ വെറുതെ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടതാണ്. ഇന്ന് നാഷണൽ റിവേഴ്സ് ഡേ ആണ്, നദികളുടെ. അതെ, അതുപോലെ തന്നെ നാഷണൽ ഡോട്ടേഴ്സ് ഡേ ആണ്. അപ്പൊ അതൊരു സ്പെഷ്യൽ ഡേ ആണ് എന്തായാലും, പെൺമക്കൾ അല്ലേ? അതെ, തീർച്ചയായും. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കൂടിയാണ് കൃഷ്ണേന്ദു പറഞ്ഞത്. എന്തായാലും വാർത്താ പ്രാധാന്യത്തിൽ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് വാർത്തകളുള്ള ഒരു ദിവസമാണ്. അതോടൊപ്പം നമുക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ. അത് ഏറ്റവും നിർണായകമായ ദിനമായി ഇന്ന് കണക്കാക്കപ്പെടുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ നമ്മൾ ശിരൂർ ദൗത്യത്തിന്റെ വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. ശിരൂർ ദൗത്യം 2ാം ദിന തിരച്ചിൽ 8 മണിയോടുകൂടി ആരംഭിക്കും. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിനൊപ്പം ഈശ്വർ മൽപ്പയും ദൗത്യത്തിൽ പങ്കാളിയാകും. ഇന്നലെ മൽപ്പെ നടത്തിയ പരിശോധനയിൽ ഗംഗാവലി പുഴയിൽ നിന്ന് മറ്റ് 2 ലോറികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതിനോടൊപ്പം അർജുന്റെ ലോറിയിലെ തടിക്കഷ്ണങ്ങളും കിട്ടി. ഇന്ന് തെരച്ചിലിന് നേതൃത്വം നൽകാൻ റിട്ടയർഡ് മേജർ ജനറൽ ഡോക്ടർ ഇന്ദ്രപാൽ ശിരൂരിലെത്തും. വിവരങ്ങളുമായി KV ബൈജു നമുക്കൊപ്പം ശിരൂരിൽ നിന്ന് ചേരുകയാണ്. KV ബൈജു, ഗുഡ് മോർണിംഗ്. ബൈജു, നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു ദിവസമായി നമുക്ക് ശിരൂർ ദൗത്യത്തിലെ ഈ ദിവസത്തെ കണക്കാക്കാം, അല്ലേ? ഇന്ന് അർജുന്റെ ലോറി നമുക്ക് പുറത്തെത്തിക്കാനാകും എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ്, ആ പ്രതീക്ഷയിലാണ് കുടുംബവും അവിടെ തിരച്ചിൽ നടത്തുന്ന മറ്റ് ഈ തിരച്ചിലിൽ പങ്കാളികളായിട്ടുള്ള ഉദ്യോഗസ്ഥരും അംഗങ്ങളും എല്ലാം ഉള്ളതല്ലേ. ഇന്നലെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു, ലോറിയുടെ ഭാഗങ്ങൾ ലഭിച്ചു എന്നുള്ള വാർത്ത ആദ്യം തന്നെ ന്യൂസ് 18 പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചത് KV ബൈജു ആണ്. പക്ഷെ പിന്നീടാണ് സ്ഥിരീകരണം വരുന്നത് അത് അർജുന്റെ ലോറിയുടേതല്ല, മറ്റ് ലോറികളുടേതാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മളുടെ ഒരു പ്രതീക്ഷ ഇന്ന് എന്തായാലും അർജുന്റെ ലോറി നമുക്ക് പുറത്തെത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. നാവികസേന നേരത്തെ ഡിറ്റക്ട് ചെയ്ത സ്ഥലത്ത് ഇന്ന് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുകയാണ്. നാവികസേന അങ്ങനെ ഒരു ഈ ലോറിയുടെ പ്രസൻസ് നാവികസേന പറഞ്ഞിരുന്നത് ഈ CP4 എന്ന പോയിന്റിലാണ്. അത് കേന്ദ്രീകരിച്ചാണ് ഈ സെർച്ച് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു തെരച്ചിൽ, ആ ഒരു CP4 എന്ന് പറയുന്ന ഒരു പോയിന്റ് കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ, അത് ഏത് വിധത്തിൽ നടത്താനാണ് ആലോചിക്കുന്നത്? തെരച്ചിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ബൈജു? ആര്യ, കൃഷ്ണേന്ദു, ഗുഡ് മോർണിംഗ്. എന്തായാലും ആര്യ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് റിവർ ഡേ ആണ്. ഞാൻ ഗംഗാവലി പുഴയുടെ കരയിൽ നിന്നാണ് ഇന്ന് ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ആ ഡ്രഡ്ജർ ഇപ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഏതായാലും 8 മണിയോടുകൂടി ആ ഡ്രഡ്ജർ പ്രവർത്തിക്കും. ഇന്ന് ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നിർണായകമാണ്. കാരണം ഇന്നലെ വലിയ തോതിൽ നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. 2 ലോറിയുടെ ഇത്തരത്തിൽ അടിത്തട്ടിൽ കണ്ടെത്തിയെന്ന ഒരു വാർത്ത അത് ന്യൂസ് 18 പുറത്തുവിടുന്നു. പക്ഷേ ആ സമയത്ത് അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ക്രെയിൻ അത് ഉപയോഗിച്ച് അത് ഉയർത്തുമ്പോഴേക്കും അതിന്റെ ഭാഗങ്ങൾ അതുമാത്രമല്ല അത് അർജുന്റെ ലോറിയുടേതല്ല എന്ന സ്ഥിരീകരണവും വരുന്നു. എന്തായാലും ഇന്ന് തെരച്ചിൽ ഇപ്പോൾ നമ്മൾ ഈ ഡ്രഡ്ജർ കാണുന്ന അതേ സ്ഥലത്ത് അതിന് ആ ഭാഗത്തുള്ള നേരത്തെ ഇന്ദ്രപാൽ അതുപോലെ തന്നെ നേവി സോണാർ പരിശോധനയിൽ മാർക്ക് ചെയ്ത സ്ഥലം അതുകൂടിയാണ് ആ സ്ഥലം. അവിടെയായിരിക്കും ഇന്ന് കാര്യമായ തെരച്ചിൽ നടക്കുക.
നടക്കുക. വലിയ തോതിൽ മണ്ണുകൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട് ഈ ലോറിക്ക് മുകളിൽ എന്നാണ് സോണാർ പരിശോധനയിൽ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ആ മണ്ണുകൾ കൃത്യമായി നീക്കം ചെയ്യുകയായിരിക്കും ഇന്ന് പ്രധാനമായും ഉണ്ടാകുക. അതിനും അപ്പുറം ഇതിൽ മറ്റൊരു പ്രധാന പ്രത്യേകത, ഇന്ന് ഈ ഡോക്ടർ മേജർ റിട്ടയർഡ് ഇന്ദ്രപാൽ അദ്ദേഹം ഇന്ന് ഈ തെരച്ചിലിന് നേതൃത്വം നൽകുന്നു എന്നതാണ്. കാരണം നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ തെരച്ചിൽ നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ ഇവിടെയുള്ള ആ പരിശോധനകളും നിഗമനങ്ങളും ഒക്കെ വലിയ തോതിൽ ദൌത്യ സംഘങ്ങൾക്ക് അത് തുണയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹം വരുന്നത് ഒരുപക്ഷെ ഈ കുടുംബം അത്തരത്തിൽ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്, ഈ ഇന്ദ്രപാൽ അദ്ദേഹത്തെ ഇവിടെ എത്തിക്കണം എന്നത്. അത് കണക്കാക്കിയാണ് കാർവാർ MLA ഇത്തരത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെടുകയും ഇവിടെ ഒന്ന് എത്തണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തത്. അദ്ദേഹം ഏതായാലും എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. 10 മണിയോടുകൂടി എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ മണ്ണ് നീക്കം ചെയ്ത് ആ അർജുന്റെ ലോറി പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമം, വളരെ നിർണായകമായ നീക്കങ്ങളായിരിക്കും ഇന്ന് നടക്കുക. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ആ ഡ്രഡ്ജറിലെ ഹിറ്റാച്ചി അത് മുകളിലേക്ക് ഉയർത്താൻ ശ്രമിക്കുന്നത്. കൃത്യം 8 മണിക്ക് തന്നെ ഇവർ ഈ ഡ്രഡ്ജിംഗ് ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കാരണം 8 മണി മുതൽ 6 മണി വരെ, വൈകിട്ട് 6 മണി വരെ 10 മണിക്കൂറാണ് ഇവരുടെ പ്രവർത്തന സമയം. ആ സമയങ്ങളിൽ തെരച്ചിൽ നടത്തും. അത് 10 ദിവസം നീണ്ടു നിൽക്കുന്ന തെരച്ചിലാണ്. ഇന്നലെ ആദ്യ ദിനത്തിൽ കാര്യമായ വസ്തുക്കളൊന്നും ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതേസമയം ഈശ്വർ മൽപ്പ അദ്ദേഹം നടത്തിയ തെരച്ചിലാണ് ഇത്തരത്തിൽ 2 ലോറിയുടെ വസ്തുക്കൾ, അത് കൂടാതെ അർജുന്റെ ലോറിയുടെ തടി കിട്ടി, അതിൽ തടിക്കഷ്ണങ്ങൾ കിട്ടിയെന്നതാണ് ഇന്നലെ ഏറ്റവും പ്രധാനം. അപ്പോൾ അതെ, അത് തന്നെയാണ് ബൈജു. ഇന്നലെ അർജുന്റെ ലോറിയുടെ തടിക്കഷ്ണങ്ങൾ കണ്ടെത്താൻ മൽപ്പയ്ക്ക് സാധിച്ചു എന്നുള്ളത് ഈ അന്വേഷണത്തിലെ തെരച്ചിലിലെ ഒരു നിർണായക ഘട്ടം തന്നെയാണ്. നമുക്കറിയാം, സ്വയം സന്നദ്ധനായി എത്തിയ മൽപ്പയുടെ പ്രതീക്ഷ അത് ഏത് തരത്തിലാണ്? ഇന്ന് കൊടുത്ത വാക്കിന്മേലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അപ്പൊ എത്രത്തോളം വൈകാരികമായ ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായും ബൈജു. അപ്പൊ ഞാൻ ചോദിച്ചു വന്നത് മൽപ്പയുടെ പ്രതീക്ഷ അതെങ്ങനെയാണ്? ഇന്ന് അർജുന്റെ ലോറി പുറത്തേക്ക് എത്തിക്കാമെന്നുള്ള ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടോ? തീർച്ചയായും ഈ ഈശ്വർ മൽപ്പ ഇവിടെ ജില്ലാ ഭരണകൂടത്തിന്റെ ക്ഷണപ്രകാരമല്ല എത്തിയത്. അദ്ദേഹം ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബം, അതായത് ഇപ്പോൾ 3 പേരെയാണ് എനിക്ക് കണ്ടെത്താനുള്ളത്. പ്രധാനമായും അർജുന്റെ അമ്മ ആവശ്യപ്പെട്ടു തന്റെ മകനെ അവസാനമായി ഒരു നോക്ക് കാണണമെന്ന്. ആ ആഗ്രഹം നിറവേറ്റാനാണ് താൻ എത്തിയത്. അതിനുവേണ്ടി താൻ ഇവിടെ 10 ദിവസവും ഉണ്ടാകും. ഈ അല്പസമയത്തിനകം ഈശ്വർ മൽപ്പ ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആ രീതിയിൽ അദ്ദേഹം തനിച്ച്, ഇന്നലെ നമ്മൾ കണ്ടത് ആഹാരം പോലും കഴിക്കാത്ത ഒരു ഈശ്വർ മൽപ്പയാണ്. രാവിലെ മുതൽ അദ്ദേഹം 7 മണിയോടുകൂടി ഇവിടെ എത്തുകയും വൈകിട്ട് 6 മണി വരെ അദ്ദേഹം ഈ തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നതായിരുന്നു. ഏതായാലും ഇന്ന് കൂടുതൽ മുങ്ങൽ വിദഗ്ധന്മാർ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. 6ഓളം മുങ്ങൽ വിദഗ്ധന്മാർ ഇന്നെത്തുന്നു. അവർ ഒരു സമയത്ത് തെരച്ചിൽ നടത്തുമ്പോൾ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കിക്കൊണ്ടുള്ള പരിശോധന മറ്റൊരു ഭാഗത്ത് നടക്കും. അത്തരത്തിൽ സംവിധാനങ്ങളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ വേണമെന്ന് തന്നെയാണ് കുടുംബവും ആവശ്യപ്പെട്ടിരുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഡ്രഡ്ജർ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുടുംബം അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഡ്രഡ്ജർ ഉൾപ്പെടെ, അതേസമയം ഈശ്വർ മൽപ്പ ഉൾപ്പെടെയുള്ളവർ ഒരേ സമയത്ത് നടത്തുന്ന തിരച്ചിൽ, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് വേഗത്തിലാകൂ എന്നൊരു നിർദ്ദേശം കുടുംബം വെച്ചിരുന്നു. എന്തായാലും ഇന്നും അഞ്ജു ഉൾപ്പെടെ, അതായത് അർജുന്റെ സഹോദരി അഞ്ജു ഉൾപ്പെടെ ഇവിടെ തന്നെ ഉണ്ട്. ഇന്ന് വൈകിട്ട് വരെ ഉണ്ട് എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കാലാവസ്ഥ വളരെ അനുകൂലമാണ്. നമുക്ക് പുഴയുടെ ഒഴുക്കൊക്കെ കാണാം. ചെറിയ ഒഴുക്ക് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ വേലിയേറ്റ സമയമാണ്. വേലിയേറ്റ സമയമായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഉയർന്നിട്ടുണ്ടാകാം. പക്ഷേ അതൊരു 3 മണിയോടുകൂടി വീണ്ടും ഇന്നലെ കണ്ട അതേ സമാനമായ അവസ്ഥയിലേക്ക് പോകാം. ആ മൺകൂനകളൊക്കെ നമുക്കിപ്പോൾ വ്യക്തമായി കാണാൻ സാധിക്കും. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളിവിടെ എത്തുമ്പോൾ ആ മൺകൂനകളൊക്കെ ഒന്നും കാണാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ സ്ഥലം, അതാണ് CP4 എന്ന് ഡോക്ടർ ഇന്ദ്രപാൽ മാർക്ക് ചെയ്ത ആ സ്ഥലം. അവിടെയാണ് ഈ ലോറിയുടെ ഈ ലോഹഭാഗങ്ങൾ ഇന്ദ്രപാൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. അതിന് സമീപത്താണ് സോണാർ പരിശോധനയിൽ കണ്ടെത്തിയ സ്ഥലം. ഏതായാലും ആ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് ഇന്ന് നടത്തുക. അത് ഡ്രഡ്ജർ ഉപയോഗിച്ച് അവിടെയുള്ള മണ്ണ് നീക്കം ചെയ്യുക, അതാണ് ഇന്ന് പ്രധാനമായും ഇന്നത്തെ ഈ ജോലി. അതേസമയം അതിനോടൊപ്പം തന്നെ ഈശ്വർ മൽപ്പ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തും. കൂടുതൽ മുങ്ങൽ വിദഗ്ധന്മാരെ ഉപയോഗിച്ച് ആ തെരച്ചിലും ഒരേ സമയത്ത് നടക്കും. ആ
രീതിയിലുള്ള ഒരു തെരച്ചിലാണ് ഇന്ന് പദ്ധതിയിട്ടുള്ളത്. കുടുംബം അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തും. ഈശ്വർ മൽപ്പിയും അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തും. ഇതിൽ ഏറ്റവും പ്രധാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റിട്ടയർഡ് മേജർ ജനറൽ ഡോക്ടർ ഇന്ദ്രപാൽ അദ്ദേഹം ഇന്ന് ഈ തെരച്ചിലിന് നേതൃത്വം നൽകുന്നു എന്നത് തന്നെയാണ്. കുടുംബം ഇന്നലെ ആവശ്യപ്പെട്ട പ്രകാരം കാർവാർ MLA സതീഷ് സൈലാണ് അദ്ദേഹവുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തെ ഈ തെരച്ചിലിന് നേതൃത്വം നൽകാൻ എത്തണമെന്ന ഒരു അഭ്യർത്ഥന പറഞ്ഞത്. അതിനുശേഷമാണ് അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തത്. ഏതായാലും അദ്ദേഹം 10 മണിയോടുകൂടി എത്തും എന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഏതായാലും തെരച്ചിൽ വേഗത്തിൽ ആക്കണമെന്ന ഒരു കുടുംബത്തിന്റെ ആവശ്യമുണ്ട്. കാരണം ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. 10 ദിവസത്തെ തെരച്ചിൽ എന്ന് പറയുമ്പോഴും 3 ദിവസത്തെ തെരച്ചിൽ മാത്രമാണ് ഇപ്പോൾ ഈ കമ്പനി കരാറുള്ളത്. അത് ഇനി നീട്ടി നൽകേണ്ടതുണ്ട്. അതിനു മുമ്പ് തന്നെ അർജുന്റെ വാഹനം കണ്ടെത്താൻ സാധിക്കും. അതിനു മുമ്പ് കണ്ടെത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമുക്കറിയാം ഡ്രഡ്ജർ അവിടെ എത്തിച്ചതും അത് പ്രവർത്തിപ്പിക്കുന്നതിന്റെയൊക്കെ ഭീമമായ തുക അതൊരു വലിയ വിഷയമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം അർജുന്റെ സഹോദരി അഞ്ജു നമ്മളോട് പറഞ്ഞത്, ബൈജു, ഇത്തരത്തിൽ എത്ര ദിവസം എടുത്താലും ഈ 3 ദിവസം അല്ലെങ്കിൽ 10 ദിവസം എന്നുള്ള ഒരു ലൈൻ വെക്കരുത്, ആ ഒരു നിബന്ധന വെക്കരുത്. അതിനപ്പുറം അർജുനെ കണ്ടെത്തുന്നത് വരെ ഈ ഒരു തെരച്ചിലുമായി മുന്നോട്ട് പോകണം. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തന്നെ നടത്തണം എന്നുള്ളതാണ്. ഡ്രഡ്ജർ എത്തിയതോടുകൂടി അർജുന്റെ കുടുംബത്തിനും വലിയ ആശ്വാസമായി എന്നുള്ളത് നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഇന്നലത്തെ തെരച്ചിലിലെ ഫലം അത് എല്ലാവർക്കും നിരാശ നൽകുന്നതായിരുന്നു. ഈ പറഞ്ഞ നമ്മളിപ്പോൾ ബൈജു സൂചിപ്പിച്ച ആ ഒരു 3 ദിവസം, ആ ഒരു 3 ദിവസത്തിനകം അർജുന്റെ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്താൻ, അല്ലെങ്കിൽ അർജുൻ എവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എവിടെയുണ്ട് എന്നുള്ളത് കണ്ടെത്താനുള്ളത് കഴിയും എന്ന് കുടുംബം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇനി ഈ 3 ദിവസത്തിനുള്ളിൽ, നിർണായകമായ ഈ 3 ദിവസത്തിനുള്ളിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല, ഡ്രഡ്ജറിന്റെ പ്രവർത്തനം ഇനി ഉണ്ടാകില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വല്ലതും നമ്മുടെ ജില്ലാ ഭരണകൂടം കടന്നാൽ അതിനെ ഏതു തരത്തിൽ നേരിടാനാണ് കുടുംബം ആലോചിക്കുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കുടുംബത്തോട് നമ്മൾ ആ കാര്യം സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് അർജുൻ അവസാനമായി കഴിഞ്ഞ ആ സ്ഥലം അവിടെ എത്തണമെന്നതാണ് തന്റെ ആഗ്രഹമായിരുന്നു. അതിനായി താൻ ഇവിടെ എത്തിയതാണ്. ഏതായാലും മാനസികമായി കുടുംബം അതുമായി പൊരുത്തപ്പെട്ടു എന്ന് തന്നെയാണ് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരമാവധി തെരച്ചിൽ നടത്തുക, അതിനു മുൻപ് തന്നെ ഈ 3 ദിവസത്തിനകം തന്നെ ഇത്തരത്തിൽ ഇനിയുള്ളത് 2 ദിവസമാണ്. ആ 2 ദിവസത്തിനകം തന്നെ ഈ ലോറി കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നു. ആ രീതിയിലാണ് അവരുടെ മാനസികമായി അവർ കുടുംബം മുഴുവൻ ആ രീതിയിൽ മാനസികമായി അവർ പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും നമുക്ക് ഇപ്പോൾ ഈ മലയുടെ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം, അതിന്റെ അവസ്ഥ കൂടി നമുക്കൊന്ന് കാണാം. കാരണം ഒരുപാട് പ്രേക്ഷകർ ഇതിന്റെ നിലവിലെ ഒരു അവസ്ഥ ഇങ്ങനെ അന്വേഷിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാണ് ആ മണ്ണിടിച്ചിലുണ്ടായ വലിയ ആ മലയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വലിയ തോതിൽ നനവ് അവിടെയുണ്ട്. ഇടവിട്ട് മഴ പെയ്യുന്ന സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോഴും ഒരു അപകടാവസ്ഥയിൽ തന്നെയാണ് ഈ മല ഉള്ളതെന്ന് പറയേണ്ടി വരും. നിരവധി മരങ്ങൾ ഉണ്ടായ ഒരു കുന്നാണിത്. ആ മരങ്ങളൊക്കെ ഈ ഗംഗാവലി പുഴയിൽ പതിച്ചിട്ടുണ്ട്. അത് പലയിടങ്ങളിലായുണ്ട്. അർജുന്റെ ലോറിക്ക് മുകളിലുണ്ട്. അത് മാത്രമല്ല ആ മൺകൂനകൾക്കിടയിലൊക്കെ ഉണ്ട്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന അതാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം. ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിലുണ്ടായത്. ആ മണ്ണ് ഇടിഞ്ഞാണ് ഈ ലക്ഷ്മണന്റെ ചായക്കടയുടെ മുകളിലേക്ക് പതിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ കടയുടെ മുൻപിൽ ഇത്തരത്തിൽ ലോറി പാർക്ക് ചെയ്ത് അവിടെ വിശ്രമിക്കുന്ന സമയത്തായിരിക്കും ഈ അപകടമുണ്ടായത്. അതായത് രാവിലെ 8:36 ആ സമയത്താണ് ഈ അപകടമുണ്ടായത്. ഏറ്റവും കൂടുതൽ ഈ അപകടത്തിന് വ്യാപ്തി ഉണ്ടായത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്തു നിന്നാണ് മണ്ണിടിഞ്ഞ് വന്ന് ഉണ്ടായത്. ആ കടയിലുണ്ടായിരുന്ന 5 പേർ, ആ ലക്ഷ്മണനും അദ്ദേഹത്തിന്റെ 2 പിഞ്ചു കുട്ടികളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും ഉൾപ്പെടെയുള്ള അടങ്ങുന്ന ആ കുടുംബത്തിന് മുഴുവൻ പേരും 5 പേരും ഇല്ലാതായി. അതോടൊപ്പം തന്നെ അവിടെ ചായ കുടിക്കാനെത്തിയ മറ്റ് 2 പേർ. അത്തരത്തിൽ ആണ് ഈ ദുരന്തത്തിൽ മരണം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഇപ്പോഴും ആ അപകടാവസ്ഥ ഇപ്പോഴും ഉണ്ട്. ഒരു റോഡ് പൂർണ്ണമായും ഇവിടെ അടച്ചിട്ട ഒരവസ്ഥയാണ്. 6 വരി പാതയാണിതെങ്കിലും ഇപ്പോൾ 2 വരി പാതയായി ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. അതുപോലെ ബാരിക്കാഡൊക്കെ സ്ഥാപിച്ച് ഇത്തരത്തിൽ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ CCTV ക്യാമറകളൊക്കെ സ്ഥാപിച്ച് ഇവിടെ ഏതെങ്കിലും തരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഇവിടെ ഈ പുഴ ആസ്വദിക്കാനൊക്കെ എത്താൻ പാടില്ല എന്ന കർശന നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല ഒരുപാട് സന്ദർശകരാണ് ഇവിടെ ഇത്തരത്തിൽ ഓരോ സമയത്തും എത്തുന്നത്. ഇവിടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് ഈ പുഴയും ഇതൊക്കെ നോക്കിക്കണ്ട്. കാരണം ഇതത്രത്തോളം ഈ ഗംഗാവലി പുഴയെ കുറിച്ച് ആളുകൾക്ക് അറിയാമെന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇന്നലെ തന്നെ ഈ രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ നിരവധി ആളുകളാണ്
ആളുകളാണ് ഇവിടെ എത്തിയത്. അതിൽ കൂടുതലും മലയാളികളായിരുന്നു. അത് മാത്രമല്ല ഇതുവഴി പോകുന്ന വാഹനങ്ങൾ ഒക്കെ നിർത്തിയിട്ട് ഇവിടെ ഈ കാഴ്ച കാണുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒരു അപകട മുന്നറിയിപ്പ് കൂടി ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. ഈ മല ഇപ്പോഴും ഇടിഞ്ഞു വീഴാൻ പാകത്തിൽ തന്നെ നിൽക്കുന്നു എന്നാണ് അതിന്റെ ഏറ്റവും പ്രശ്നം ആയി നിലനിൽക്കുന്നത്. എന്തായാലും ഇന്നത്തെ തിരച്ചിൽ നിർണായകമെന്ന് പറയേണ്ടി വരും. ഇനി ഒരു ദിവസം കൂടിയാണ് കരാർ പ്രകാരം തിരച്ചിലുള്ളത്. പക്ഷേ അത് നീട്ടി 10 ദിവസം വരെ കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഇന്നലെയും എം.എൽ.എ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയുണ്ട്. ഇന്നത്തെയോ നാളത്തെയോ തെരച്ചിലിൽ ഈ കാര്യങ്ങൾ, അതായത് ഇതിനൊക്കെ ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ ദൗത്യ സംഘത്തിനുമുള്ളത്, കുടുംബത്തിനുമുള്ളത്. ആര്യ, തീർച്ചയായും ബൈജു ഇപ്പോൾ ആ മലകളുടെ ദൃശ്യം കാണിച്ചപ്പോൾ അത് നമ്മളെ ഒരുപാട് ഭീതിപ്പെടുത്തുന്നത് തന്നെയാണ്. കാരണം ഇനിയും അവിടെ ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ആ മല നമ്മൾ ഇപ്പോഴും കാണുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം അത്രത്തോളം അപകടാവസ്ഥയിലാണ് അത് എത്തി നിൽക്കുന്നത്. വിട്ടുവിട്ട് മഴയുണ്ടെന്നും ഇടയ്ക്ക് ചെയ്തിരുന്നു. അപ്പൊ അതിനും ആ ഒരു ഭീകരാവസ്ഥ വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ്. ഇനിയും മല ഇടിയാനുള്ള സാധ്യത, നനവ് കൂടുമ്പോഴത്തേക്കും പിന്നെയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃഷ്ണേന്ദു, ബൈജു സൂചിപ്പിച്ചതും അത് തന്നെയാണ്. നനഞ്ഞിരിക്കുന്ന ഒരു പ്രതലം തന്നെയാണ്, അത്തരത്തിലുള്ള സാഹചര്യം തന്നെയാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ്. ഇത്രത്തോളം വലിയൊരു അപകടം ഉണ്ടായതിനു ശേഷവും നമ്മൾ ചർച്ച ചെയ്ത വിഷയം ഈ നാഷണൽ ഹൈവേ ഒക്കെ ഇത്തരത്തിൽ അശാസ്ത്രീയമായ നിർമ്മാണത്തെക്കുറിച്ചൊക്കെ നമ്മൾ ആ ഘട്ടത്തിൽ സംസാരിച്ചിരുന്നു. ഈ അപകടമുണ്ടായി നമ്മൾ ഇത്രത്തോളം ഭീതിയിലായി, ഇത്രത്തോളം മനുഷ്യജീവനുകൾ നഷ്ടമായ ഒരു സാഹചര്യത്തിലും ഇനിയും ആ ഒരു അപകടാവസ്ഥ തുടരുന്നതിൽ നമുക്ക് ഒരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ലേ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അവിടെ ചർച്ച ചെയ്യുന്നതിനെക്കുറിച്ച് ബൈജു അറിഞ്ഞിരുന്നോ, മനസ്സിലാക്കിയിരുന്നോ? അവിടെ ഒരു പ്രതിരോധം തീർക്കാൻ, അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ഒരു ദുരന്തം അവിടെ സംഭവിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ അത് ആലോചിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നടപടി പുരോഗമിക്കുന്നുണ്ടോ ബൈജു? ആര്യ, അതിന് പ്രധാനമായും ഇവിടെ അധികൃതർ ചെയ്തത് ഒരുപക്ഷെ ഈ റോഡ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നിരവധി വാഹനങ്ങൾ, അതായത് ദേശീയപാത, പ്രധാനപ്പെട്ട ദേശീയപാത NH 66 അതായത് പൂനെ മംഗലാപുരം തിരുവനന്തപുരം ഭാഗത്തേക്ക് വാഹനങ്ങളിൽ യാത്ര ചെയ്യണമെങ്കിൽ ഇതുവഴിയല്ലാതെ മറ്റൊരു വഴിയില്ല എന്നതാണ് അതിലേറ്റവും പ്രധാനം. ഈ റോഡിന്റെ ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതിന് കുറച്ച് മുൻപ് ഒരു അപകട മുന്നറിയിപ്പ് ബോർഡ് മാത്രം സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് അതിലേറ്റവും പ്രധാനം. ഇപ്പോൾ നമുക്ക് കാണാം ആ റോഡും ഇപ്പോൾ ഇടിഞ്ഞു നിൽക്കുന്ന ആ ഭാഗവും ഈ മണ്ണുകളൊന്നും ഇവിടുന്ന് നീക്കം ചെയ്യാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരു പക്ഷേ നല്ല മഴ വന്നു കഴിഞ്ഞാൽ ഇത് എന്ത് സംഭവിക്കും എന്ന് പറയാൻ പറ്റില്ല. അത്രത്തോളം അപകടാവസ്ഥയിൽ ഇപ്പോൾ ഇത് നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. നമുക്കറിയാം 8:30 ആണ് ഈ അപകടമുണ്ടായത്. ഇവിടുത്തെ ഒരു നാട്ടുകാരനുമായി ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 20-25 ലോറികളൊക്കെ ഇവിടെ ഇത്തരത്തിൽ പാർക്ക് ചെയ്ത് ഈ ലക്ഷ്മണന്റെ കടയിലെത്തി അദ്ദേഹം പ്രാഥമിക സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ ലോറിക്കാരുടെ പ്രിയപ്പെട്ടവരായിരുന്നു. അവരുടെ കുഞ്ഞു മക്കൾക്കൊക്കെ അവർ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി കൊടുക്കുകയും അതുപോലെ തന്നെ ആ കുടുംബം അവരുടെ സ്വന്തം വീടുണ്ടായിട്ടും ഈ ലോറിക്കാർക്ക് ഇത്തരത്തിൽ സൗകര്യം ചെയ്യാൻ ഇവിടെ തന്നെ ഈ ചായക്കടയിൽ തന്നെ കിടന്നുറങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. അവരെയാണ് പൂർണ്ണമായും ഈ മണ്ണിടിച്ചിൽ ഇല്ലാതായത്. അത് ഈ നാട്ടുകാരൊക്കെ പറയുന്നത് ആ കുടുംബം അത്രത്തോളം പ്രിയപ്പെട്ടവരായിരുന്നു. പ്രത്യേകിച്ച് ലോറിക്കാരുടെ ഒരു താവളമായിരുന്നു. ആ സ്ഥലത്തിന്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ നേർചിത്രമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ആ ടവറൊക്കെ അവിടെ പതിച്ച ടവറൊക്കെ ഇപ്പോഴും അതേപടി അവിടെ കിടക്കുകയാണ്. അത് ഒരു പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ നല്ലൊരു മഴ വന്നാൽ അത് റോഡിലേക്ക് പതിക്കാം. റോഡും അതും തമ്മിൽ അത്രത്തോളം വ്യത്യാസമില്ല. ഇപ്പോൾ നമുക്കൊരു ലോറി ദൃശ്യങ്ങളിൽ ഒരു ലോറി പോകുന്നത് കാണാം. ആ മണ്ണ് ഇടിഞ്ഞ ഭാഗവും ലോറിയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അതിൽ നിന്ന് തന്നെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ ഒരുപാട് വാഹനങ്ങളാണ് ഗോവയിലേക്കൊക്കെ കേരളത്തിൽ നിന്നവർക്ക് ഒരുപാട് സന്ദർശകർ വാഹനം ഉപയോഗിച്ച് പോകുന്ന വഴിയാണ് ആ പ്രധാനപ്പെട്ട ദേശീയപാതയാണിത്. ഇവിടെ ആകെ ഇപ്പോൾ ഇവർ ചെയ്തത് അവിടെ കുറച്ച് ബാരിക്കേഡ് സ്ഥാപിച്ച് ഇവിടെ മുന്നറിയിപ്പ് ഒരു ബോർഡ് വെച്ച് ഈ ഭാഗങ്ങളിലേക്ക് ഇവിടെ ഈ ഇപ്പോഴുള്ള പ്രദേശത്ത് നിൽക്കുകയോ ഇവിടെ നിന്നും ദൃശ്യങ്ങൾ പകർത്താനോ മറ്റോ നിർത്തുകയോ ചെയ്യരുത് എന്ന ഒരു ബോർഡ് സ്ഥാപിച്ചതിനപ്പുറം ഈ ദേശീയപാത അതോറിറ്റി മറ്റൊരു പ്രവൃത്തികളും ഇവിടെ ചെയ്തിട്ടില്ല എന്നതാണ് അതിലേറ്റവും ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഇതുപോലെ ഈ കൊങ്കൺ മേഖലയിൽ പലയിടങ്ങളിലും വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. നേരത്തെ ഈ അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിച്ച 6 വരി പാതയൊക്കെ ഇപ്പോൾ 2 വരി പാതയായി ചുരുങ്ങിയിരിക്കുന്നു. അതൊക്കെ അവർ ബ്ലോക്ക് ചെയ്ത് ആ രീതിയിൽ 2 വരി പാതയിൽ മാത്രം കടത്തിവിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം മുതൽ ആ നേരത്തെ ദൃശ്യങ്ങളിൽ കാണിച്ച
ആ കുന്നിൻ ഇടിച്ചിലുണ്ടായ ആ ഭാഗം വരെ ഒരു വീതി ഉണ്ടായിരുന്ന റോഡാണിത്. ഈ റോഡിന്റെ ഒരു ഭാഗം മുഴുവനുമായി ഇത്തരത്തിൽ തകർന്നു പോയിരിക്കുന്നു. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലമൊക്കെ ദേശീയപാതയിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പാതയായിരുന്നു. അവിടെയൊക്കെ ആ റോഡ് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. നമ്മൾ തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ ഇവിടെ എത്തിയപ്പോൾ ഈ ഭാഗത്തേക്ക് നമുക്ക് നടന്നു പോലും വരാൻ കഴിയാത്ത രീതിയിൽ വലിയ തോതിൽ മണ്ണും ചെളിയും ഒക്കെ വലിയ ഭീകരാവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വെള്ളം മുകളിൽ നിന്നും കുത്തിയൊലിക്കുന്ന സാഹചര്യം ഉണ്ട്. ഇതിന് കുറച്ച് മാറി അപ്പുറത്തായി ഈ മലയിൽ നിന്നും ഇപ്പോഴും ആ വെള്ളം നീരുറവ ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാം. ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ കാണില്ല, കുറച്ച് അല്പം ദൂരമായാണ് അതുള്ളത്. ഇത് ഒരു 2-3 കിലോമീറ്ററോളം ദൂരത്തിൽ ഇതേ അവസ്ഥയാണ് ഈ NH66 എന്നതാണ്. ഇതിന് എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടി വരും. ഇനിയെങ്കിലും ഇത്തരം അപകടം ഉണ്ടാകുമ്പോൾ അത് മറ്റൊരു അപകടം അല്ലെങ്കിൽ അത്തരത്തിലൊരു വാർത്ത പുറത്ത് നമുക്ക് കേൾക്കാൻ ചെയ്യാത്ത രീതിയിൽ അത് പൂർണ്ണമായും അതിന് ഇടപെടണമെന്ന ഒരു ആവശ്യം ഉയരുന്നുണ്ട്. അത് ലോറിക്കാരുമൊക്കെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ജീവൻ പണയം വെച്ചാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഒരുപക്ഷെ ഈ സ്കൂളുകളിൽ നിന്നുമൊക്കെ ടൂറൊക്കെ പോകുന്ന വാഹനങ്ങൾ ഒരുപാട് കുഞ്ഞു കുട്ടികളൊക്കെ കൊണ്ട് ഇതുവഴിയൊക്കെ പോകുന്നത് നമ്മൾ ഈ സമയങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത്രയും അപകടകരമായ ഒരു സാഹചര്യത്തിൽ ഈ കുന്ന് ഇത്രത്തോളം അപകടകരമായി നിൽക്കുന്ന സാഹചര്യത്തിലൂടെയാണ് ഇതിൽ കടന്നു പോകുന്നത്. ഈ പുഴ വളരെ സുന്ദരമായൊരു പുഴയായിരുന്നു. ഈ ലോറിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയായിരുന്നു ഇവിടെ പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ അവർക്ക് നിറവേറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ വിശ്രമിക്കാൻ സാധിക്കും. ഈ ലക്ഷ്മണൻ എന്ന് പറയുന്ന മരണപ്പെട്ട അദ്ദേഹത്തിന്റെ ചായക്കടയിൽ ചായ രാവിലെ കുടിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിന്നും ഇത്തരത്തിൽ ലോറിക്കാരൊക്കെ യാത്ര തുടരുക. ആ കുടുംബം അവരെ അത്രത്തോളം പ്രിയപ്പെട്ടവരായിരുന്നു. അതുപോലെ അർജുനും അത്രത്തോളം പ്രിയപ്പെട്ടവരായിരുന്നു. ഈ സ്ഥലത്ത് ലക്ഷ്മണന്റെ ചായക്കടയിൽ താൻ വിശ്രമിക്കുകയാണെന്നാണ് ഏറ്റവും അവസാനമായി അവരുടെ വീട്ടിലേക്ക് ഇത്തരത്തിൽ അർജുൻ ഫോണിലൂടെ സംസാരിച്ചിരുന്നത്. അർജുൻ ഈ ലോറി ക്യാബിന്റെ അകത്ത് ഉറക്കം കഴിഞ്ഞാൽ അവർ എന്തായാലും വീട്ടിലേക്ക് വിളിക്കാറുണ്ട്, എന്നിട്ട് മാത്രമേ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ എന്നാണ് കുടുംബം പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ക്യാബിനകത്ത് തന്നെ അർജുൻ ഉണ്ടാകും. അപകടം സമയത്ത് ഉറങ്ങുന്ന സമയത്താണ് ഇത്തരത്തിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായതും ആ ലോറി ഉൾപ്പെടെ ഈ പുഴയിലേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും 2 മാസമായിട്ടും അർജുനെ കുറിച്ചോ അർജുന്റെ വാഹനത്തെക്കുറിച്ചോ കാണാതായ മറ്റ് കന്നഡികരായ 2 പേരെ കുറിച്ചോ ഒരു വിവരവുമില്ല എന്നാണ് അതിൽ ഏറ്റവും ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ഇത്രയും വലിയൊരു ലോറി ഭാരത് ബെൻസിന്റെ 15 ടൺ ഭാരമുള്ള വലിയ മരലോടുള്ള ആ വാഹനം അതിന്റെ ഒരു ഭാഗം പോലും പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ലോറിയുള്ള സ്ഥലം ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിനപ്പുറം ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചത് ആ ലോറി പുറത്തേക്ക് എടുക്കാൻ കഴിയും എന്ന് തന്നെയാണ്. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കി അത് അർജുന്റെ ലോറിയുടേതല്ല എന്ന ഒരു വിവരം 6 മണിയോടുകൂടി നമുക്ക് ലഭിക്കുന്നതാണ്. ഏതായാലും ഇന്നലെ നടത്തിയ ഈശ്വർ മൽപ്പ നടത്തിയ പ്രവൃത്തി അത് എന്തായാലും അത്ര പെട്ടെന്ന് അത്ര വളരെ വേഗത്തിൽ ഈ ഗംഗാവലി പുഴയുടെ ആഴങ്ങളിലേക്ക് എത്തിയും ആ വാഹനങ്ങൾ ഇന്നലെ തന്നെ പുറത്തേക്ക് എത്തിക്കാനും കഴിഞ്ഞു. ഏതായാലും ഇന്ന് ഈ വാഹനം കൃത്യമായി മണ്ണ് നീക്കി കണ്ടെത്തിയാൽ അത് പുറത്തേക്ക് എത്തിക്കാനുള്ള വളരെ പെട്ടെന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാലും ഇന്ന് നിർണായക ദിവസം എന്ന് പറയേണ്ടി വരും. ഇനി 8 മണിക്കോടുകൂടി എനിക്ക് പിറകിൽ കാണുന്ന ആ ഡ്രഡ്ജർ പ്രവർത്തിച്ചു തുടങ്ങും. ഒപ്പം ഈശ്വർ മൽപ്പയും ഏത് സമയത്തും ഇവിടെ എത്തും. അദ്ദേഹം പറഞ്ഞത് 8 മണിയോടുകൂടി എത്തുമെന്നാണ്. ഇന്നലെ 6 മണിക്കാണ് അദ്ദേഹം എത്തിയത്. ഇന്നലെ നമ്മൾ കാണുമ്പോൾ അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു. കാരണം 6 മണിക്ക് അദ്ദേഹം എത്തി. ഇന്നലെ ആഹാരം പോലും കഴിക്കാതെ വൈകിട്ട് 6 മണിവരെ തുടർച്ചയായി തെരച്ചിലായിരുന്നു. അത് തനിച്ചായിരുന്നു അദ്ദേഹം തെരച്ചിൽ നടത്തിയത്. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അനുമതി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. പക്ഷേ കുടുംബത്തിന് നൽകിയ ആ ഉറപ്പ് അത് പാലിക്കാൻ വേണ്ടി താൻ ഇവിടെ എത്തി. അത് താൻ ഇനിയും ചെയ്യും. 10 ദിവസമായാലും ആ 10 ദിവസവും താൻ ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഏതായാലും കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം പകരുന്ന കാര്യം തന്നെയാണ്. അപ്പോഴും കുടുംബം ആവശ്യപ്പെടുന്നത് ഈ ഡ്രഡ്ജർ 1 കോടിയോളം രൂപ വാടക നൽകി കൊണ്ടുവന്ന ഡ്രഡ്ജർ ഈ ആഴങ്ങളിലേക്കുള്ള മുങ്ങൽ വിദഗ്ധരുടെ പരിശോധനയ്ക്ക് വേണ്ടി നിർത്തിയിടരുത് എന്നൊരു ആവശ്യമാണ് അവർ പറഞ്ഞത്. ഡ്രഡ്ജർ അത് കൃത്യമായ കണ്ടെത്തിയ സ്ഥലത്ത് അവിടെ മണ്ണെടുക്കുന്ന ജോലിയുമായി മുന്നോട്ട് പോകണം. അതേസമയത്ത് തന്നെ ഈ മുങ്ങൽ വിദഗ്ധർ അവരുടെ പ്രവൃത്തികളുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്. ഏതായാലും ഈ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ ഒരുപാട് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഉണ്ടോ എന്ന ഒരു സംശയമാണ് അല്ലെങ്കിൽ ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. ഇന്നലത്തെ ആ തെരച്ചിലോടുകൂടി ഇനി ഏതൊക്കെ വാഹനം ഇതിൽ അപകടപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. ഏതായാലും ജില്ലാ ഭരണകൂടത്തിന്റെ കണക്ക് പ്രകാരം അത്തരത്തിൽ ഒരുപാട് വാഹനങ്ങൾ ഒന്നുമില്ല. 11 പേരെ മാത്രമാണ് കാണാതായത്. അതിൽ 8 പേരുടെ മൃതദേഹം ലഭിച്ചു എന്ന ഒരു വിവരമാണുള്ളത്. ഇനി ഏതായാലും ഇന്ന് നടത്തുന്ന തെരച്ചിൽ ഏതൊക്കെ വസ്തുക്കൾ കിട്ടുമെന്നതും വലിയ നിർണായകമായ കാര്യം തന്നെയാണ്. ഏതായാലും ഈശ്വർ മൽപ്പ ആദ്യം തെരച്ചിൽ നടത്തും. കൂടുതൽ ആഴങ്ങളിലേക്ക് പോയി കൂടുതൽ മേഖലകളിലേക്ക് പോയുള്ള പരിശോധന നടത്തും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്.
തീർച്ചയായും KV ബൈജു ആണ് വിവരങ്ങൾ നൽകുന്നത്. ബൈജു, എന്തായാലും അവിടെ തുടരുക. ഞങ്ങൾ അല്പസമയത്തിന് ശേഷം ബൈജുവിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ സമയം 7:30 ആകുന്നു. 8 മണിക്കാണ് തെരച്ചിൽ ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത്. ആ സമയത്തേക്ക് നമുക്ക് അവിടേക്ക് മടങ്ങിയെത്താം. അപ്പോഴേക്കും അർജുൻ്റെ കുടുംബവും മറ്റ് ഉദ്യോഗസ്ഥരും MLAയും ഒക്കെ അവിടേക്ക് എത്തുമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. ആ സമയത്ത് നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ അടക്കം തേടാം. എന്തായാലും ബൈജുവിലേക്ക് മടങ്ങിയെത്താം. ബൈജു, ഈ ശിരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് തന്നെ ഉള്ള ഒരു റിപ്പോർട്ടിലേക്കാണ് കൃഷ്ണേന്ദു നമ്മൾ ഇനി കടക്കുന്നത്. ഈ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകളുമായി ഉബൈദ് നമ്മളോട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട ലക്ഷ്മണ നായിക്കിന്റെ ചായക്കടയിലെ സ്ഥിരം സന്ദർശകനാണ് ഉബൈദ്. ഗംഗാവലി പുഴയുടെ മറുവശത്ത് താമസിക്കുന്ന ഉബൈദ് അപകടമുണ്ടായ ദിവസം നാട്ടിലേക്ക് പോയതിനാലാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. 20-ലധികം ലോറികൾ സ്ഥിരമായി ലക്ഷ്മണ നായിക്കിന്റെ കടയുടെ മുന്നിൽ നിർത്തിയിട്ട് വിശ്രമിക്കാറുണ്ട് എന്നും ഉബൈദ് പറയുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ലക്ഷ്മണൻ എന്ന് പറയുന്ന ലോറിക്കാരുടെ പ്രിയപ്പെട്ട ഈ ലക്ഷ്മണൻ ഈ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട, അതായത് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ എല്ലാവരും 5 പേരാണ് ഈ അപകടത്തിൽ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ആ സ്ഥലമാണ് ഇത്. കൃത്യമായി ഇവിടെയായിരുന്നു ലക്ഷ്മണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചായക്കട ഉണ്ടായിരുന്നത്. അതിന് തൊട്ടു പിറകിലാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. അവിടെയാണ് ഈ ലോറി ഉണ്ട് എന്ന് സോണാർ പരിശോധനയിലും അതുപോലെ തന്നെ റഡാർ പരിശോധനയിലും കണ്ടെത്തിയത്. നമുക്കൊപ്പം ഇവിടുത്തെ സ്ഥലവാസിയായ ഉബൈദ് ചേരുന്നു. ഉബൈദ്, ഈ എവിടെയാണ് സാധാരണ ലോറിക്കാർ ഈ ലക്ഷ്മണന്റെ കടയുണ്ടായിരുന്നത്? ലക്ഷ്മണന്റെ കടയാണ് ഇവിടെ അപ്പോൾ അവർ ചായ കുടിക്കാൻ ഇവിടെ പറഞ്ഞു. എല്ലാ കേരളക്കാർ ആൾക്കാരെല്ലാം ചായ കുടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഗാഡി വെക്കാൻ സൈഡിൽ വെക്കണവർ അവർ ഗാഡി വെച്ചിട്ട് സൈഡിൽ വെച്ചിട്ട് കലുകാണ് ഇത് തണ്ണി എടുത്ത പറഞ്ഞാൽ എല്ലാം ആക്കണം. പിന്നെ ഇവിടെ 2 മര പിന്നെ ഗാഡി ഒരു സൈഡിൽ നിൽത്ത് ഗാഡി സൈഡിൽ നിൽക്കുമ്പോൾ അപ്പോൾ മണ്ണ് വന്ന് അടിച്ചത്. മണ്ണ് അപ്പുറം നിൽത്ത് റോഡ് ഈ സൈഡാണ്. ഗാഡി വെക്കാൻ ജാഗ എല്ലാ ആൾക്കാർ ഇവിടെ ഇവിടെ ഉണ്ടാവുന്നു. സൈഡിലേ ഉണ്ട് ഗാഡി ഇവിടെ വെക്കണം. അപ്പൊ നായെല്ലാം ഇവിടെ പറഞ്ഞ പോലെ ഇരിക്കുന്നു. ഒരു ബിസ്ക്കറ്റ് ഇട്ട് പോകും, ആൾക്കാരെല്ലാം പോകും. ഞങ്ങളെ ഇട്ടും തിന്നു ബിസ്ക്കറ്റ്. നിങ്ങൾ ഇവിടെ സ്ഥിരമായി ഭക്ഷണമെല്ലാം കഴിക്കാൻ പറഞ്ഞു, ചായ കുടിക്കാൻ പറഞ്ഞു. ഞാനെല്ലാം കേരളക്കാരെല്ലാം നോക്കിന്. ആൾക്കാരെല്ലാം ഫുള്ള് പറഞ്ഞു പാവ ചായ കുടിക്കുന്നു പോണു. അവർ നാളെ പൽക്കറിന് ഞങ്ങൾ സംസാരിക്കുന്നു. പിന്നെ ഞാൻ പറയുന്നു ഇവിടെ കലകോറ് ഗാഡി ഇവിടെ തന്നെ എടുത്ത് വന്നിട്ട് ലക്ഷ്മണന്റെ കുടുംബത്തെയൊക്കെ അറിയാം. അവർ നമ്മുടെ ഗംഗാവലാണ്. അവരെല്ലാം പാവ, അവർ ഗംഗാവലാണ്. അവർ നല്ല ആൾക്കാർ. ഞങ്ങളുടെ ഇതില്ല. നിങ്ങൾ താമസം ഈ പുഴയുടെ നേരെ ലക്ഷ്മണന്റെ പറന്റെ സൈഡിലാണ് നമ്മളെ നാട് ലക്ഷ്മണന്റെ പറന്റെ സൈഡിലാണ്. ഈ സംഭവം അറിയുമ്പോൾ നിങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങൾ ഇത് നേരിട്ട് വന്നതാണ്? ഞങ്ങോട്ട് വന്നതാണ്. അതൊക്കെ ഞാൻ നോക്കിയതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നത് എന്ത് കേട്ടെങ്കിൽ നമ്മൾ ഹോട്ടൽ ഇവിടെ സൈഡിൽ നിന്നിട്ട് ഗാഡി വെക്കാൻ ജാഗത്തിൽ ഇവിടെ മിനിത്ത് ഗാഡി അപ്പുറം ഇല്ല. ഗാഡി അവിടെ ആരും നിപ്പാട്ടില്ല. അർജുന്റെ ലോറിയും അതുപോലെ ഇപ്പുറത്ത് ഉണ്ട് എന്നാണ് നിങ്ങൾ പ്രദേശം. അത് നമ്മൾ ഗാഡി വെക്കാൻ അവർ ഗാഡി വെച്ചത് ഇവിടെ ഉണ്ട്. ആങ്കില്ല ലോറി വെച്ചത് ഇവിടെ വേണം. അവർ കേട്ടെങ്കിൽ അവിടെ അപ്പുറം വെക്കുന്നില്ല. അപ്പുറമുള്ള സൈഡിൽ ഒരു ഗാഡിയെല്ലാം ഇരിക്കണം. ഈ മരിൽ ആ മരിലുള്ള ഗാഡി ഇരിക്കണം. ഒരു 10-20 ഗാഡി ഇരിക്കണം. പറഞ്ഞാൽ ചായ കുടിക്കാറ് അവർ പോയിക്കണം. അത്രമേ. പിന്നെ എന്ത് കേട്ടെങ്കിൽ ഗാഡി ഇവിടെ ഇന്നതാണ്. എന്നിട്ട് ആ മണ്ണടിച്ചിട്ട് എവിടെ പോയിട്ടാണ് ഈ ജഗന്നാഥനെയും അതുപോലെ തന്നെ ലോകേഷ് നിങ്ങൾക്ക് പരിചയമുണ്ടോ? അത് നനക്ക് പരിചയമെങ്കിൽ ഗാഡി അങ്ങനെ പട്ടിയായി പോവാ, അത് ഒരു കുട്ടടിച്ചിട്ട് മണ്ണടിച്ചിട്ട് പോവാ, അത് നമുക്ക് തോന്നില്ല. അത് മേലെ പോകും. എന്നുവെച്ചെങ്കിൽ ഗാഡി അടിച്ചിട്ട് അവർ ഹോട്ടലിൽ പോയി ആ ഗാഡി എങ്ങനെ പൾട്ടിയായി എവിടെ പോകുന്നു അത് എനിക്ക് തോന്നില്ല. ഗാഡി വെക്കാൻ ജാഗ സ്ഥലത്തിൽ ഇതാണ്. അതാണ് ഇവിടുത്തെ നാട്ടുകാരും പറയുന്നത്. ഈ സ്ഥലം, ഈ ലക്ഷ്മണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കട ഉണ്ടായ സ്ഥലം, ഇവിടെ ഏതെങ്കിലും ഒരു ഭാഗം, ഈ കടയുടെ ഭാഗമോ ഒന്നും തന്നെയില്ല. ഇതിന്റെ ഈ കടയുടെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ആ ഡ്രഡ്ജർ കാണുന്ന സ്ഥലത്ത്, അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ നടത്തിയ 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിലും നടത്തിയ പരിശോധനയിലൊക്കെ അവിടെ ഇതിന്റെ ഷീറ്റ് ഒക്കെ കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം വലിയൊരു ടവർ, ആ ടവറിന്റെ ഭാഗവും ഉള്ള സ്ഥലമാണ്. ഇപ്പോൾ അവിടെയാണ് ഡ്രഡ്ജർ ഇപ്പോൾ മണ്ണെടുത്ത് പരിശോധന നടത്തുന്നത്. അതായത് മേജർ റിട്ടയർഡ് ഇന്ദ്രപാൽ അദ്ദേഹത്തിന്റെ റഡാർ പരിശോധനയിൽ CP4 എന്ന് അടയാളപ്പെടുത്തിയ ലോറിയുടെ ലോഹഭാഗം കണ്ടെത്തി എന്ന് പറയുന്ന ആ സ്ഥലം, അതായത് ലക്ഷ്മണന്റെ കടയുടെ തൊട്ട് പിറകിൽ, അവിടെയാണ് ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് തെരച്ചിൽ നടക്കുന്നത്. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, ലോറിക്കാരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മണൻ എന്ന് പറയുന്നത് വളരെ പ്രിയപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ കുടുംബവും അതുപോലെ തന്നെയാണ്. ഒപ്പം ഇവിടെ ഇതുവഴി പോകുന്ന എല്ലാ ലോറിക്കാരും ഇവിടെ നിർത്തി ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്നും ചായ കുടിച്ചു പോകുന്ന ഒരു അവസ്ഥ. ഏതായാലും ആ കടയുടെ എന്തെങ്കിലും ഒരു ബാക്കി പോലും ഇവിടെ ഇല്ലാത്തൊരു സാഹചര്യം തന്നെയാണ്. ഏതായാലും തിരച്ചിൽ ഊർജിതമായി നടക്കുന്നു. 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം KV ബൈജു, ന്യൂസ് 18 ശിരൂർ. ഇപ്പോൾ ശിരൂർ ദൗത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പരിശോധിച്ചത്. ഇനി ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകൾ വരാനുണ്ട്, ഒരു അതിഥി വരാനുണ്ട്. അപ്പോൾ ആ കാഴ്ചകളിലേക്കൊക്കെ മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഇടവേള.
കടന്നു പോകുന്ന മടങ്ങിയെത്തുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. തൃശൂർ പൂരം കലകിയതിൽ ബാഹ്യ ഇടപെടൽ ഇല്ലെന്ന ADGP MR അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് ബോധപൂർവമായ ഗൂഢാലോചനയോ അട്ടിമറിയോ ഇല്ല. സിറ്റി പോലീസ് കമ്മീഷണറെ മാത്രം കുറ്റപ്പെടുത്തിയാണ് റിപ്പോർട്ട്. പൂരം ഏകോപനത്തിൽ കമ്മീഷണർ അങ്കിത് അശോകിന് വീഴ്ച പറ്റിയെന്നും പ്രശ്നങ്ങളുണ്ടായപ്പോൾ അനുനയിപ്പിക്കുന്നതിലും വീഴ്ച ഉണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പരിചയക്കുറവാണ് വീഴ്ചയായതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. VV വിനോദാണ് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. വിനോദ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇതിപ്പോൾ കമ്മീഷണറെ മാത്രം കുറ്റക്കാരനാക്കിയുള്ള ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് സൂചനകളിൽ നിന്ന് ലഭ്യമാകുന്നത് വിവരം, അല്ലേ വിനോദ്? അങ്ങനെയെങ്കിൽ ഇന്നലെ മുഖ്യമന്ത്രിയുടെ പിന്തുണ ADGPക്ക് ഉണ്ട് എന്നുള്ളത് കൂടി നമുക്ക് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വ്യക്തമായ കാര്യമാണ്. ഈ പൂരം കലക്കിയതിൽ ADGPക്ക് ക്ലീൻ ചിറ്റ് കിട്ടും, ആ വിഷയത്തിൽ ADGPയുടെ പങ്കില്ല എന്നുള്ള തരത്തിലേക്ക് തന്നെ ഈ അന്വേഷണത്തിന്റെ ഒടുക്കം കാര്യങ്ങൾ ചെന്നെത്തും എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണോ? അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? ആര്യ, ഈ പൂരം കലക്കിയതിൽ ബാഹ്യ ഇടപെടൽ ഇല്ല എന്ന ഒരു കാര്യമാണ് ADGPയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ബോധപൂർവമായ ഗൂഢാലോചനയോ അട്ടിമറിയോ ഇല്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിനെ വീഴ്ച പറ്റി, ഏകോപനത്തിൽ വീഴ്ച പറ്റി എന്ന ഒരു കണ്ടെത്തല്, ആ നിലയ്ക്കാണ് ഈ റിപ്പോർട്ടിൽ കാര്യങ്ങൾ പറയുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അനുനയിപ്പിക്കുന്നതിലും വീഴ്ച പറ്റി, പരിചയക്കുറവ് വീഴ്ചയായെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത് 5 മാസം കഴിഞ്ഞാണ്, ഇപ്പോൾ 5 മാസം പിന്നിടുന്നു. അതിനുശേഷമാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇപ്പോൾ തന്നെ വലിയ വിവാദമായതിനു ശേഷം, അതായത് RSS നേതാക്കളുമായി ADGP കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയുടെ തുടർച്ചയായാണ് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യം ഒരുക്കുന്നതിന് തൃശൂർ പൂരം അലങ്കോലമാക്കിയെന്ന അത്യന്തം ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നത്. അതിനുശേഷമാണ് PV അൻവറിന്റെ ആരോപണം ഉണ്ടാവുകയും പല കാര്യങ്ങളിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള പലവിധ ആരോപണങ്ങൾ, അനധികൃത സ്വത്ത് സമ്പാദനം, ഇതിലെല്ലാം ചേർന്ന് തന്നെയാണ് RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുടെ വിഷയം വന്നത്. പക്ഷേ ഈ റിപ്പോർട്ടിൽ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിന്റെ പരിചയക്കുറവ്, അത് ഏകോപനത്തിൽ വീഴ്ചയുണ്ടായി, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് പോകുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഈ റിപ്പോർട്ട് വൈകിയതിൽ തന്നെ പലരും സംശയം ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷത്ത് നിന്ന് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ പറയുന്നത്, എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് ഇത്ര ദിവസം വൈകി? ഈ ജനങ്ങളെ മണ്ടന്മാരാക്കുകയാണ്, അല്ലെങ്കിൽ ഇതിനു മുൻപ് തന്നെ റിപ്പോർട്ട് വരേണ്ടതായിരുന്നു, ഈ റിപ്പോർട്ട് പൂഴ്ത്തി. ഇപ്പോൾ ഈ വിവാദമാകുമ്പോൾ ഒരു ജൂനിയർ ഉദ്യോഗസ്ഥനെ ബലിയാടാക്കി ADGP തടിയൂരാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണങ്ങളും ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. പ്രതിപക്ഷം ആ നിലയ്ക്ക് തന്നെയാണ് ഈ കാര്യങ്ങളെ കാണുന്നത്. PV അൻവറും ഇക്കാര്യം ഉന്നയിക്കും. ഇതിനപ്പുറത്തേക്ക് മുന്നണിക്കുള്ളിലുള്ള വിഷയങ്ങൾ കൂടിയുണ്ട്. CPI, RJD, അതോടൊപ്പം തന്നെ NCP കക്ഷികളെല്ലാം തന്നെ RSS നേതാക്കളുമായി ADGP കൂടിക്കാഴ്ച നടത്തിയതിനെ വലിയ തോതിൽ വിമർശിച്ചിരുന്നു. ലോ ആൻഡ് ഓർഡർ ADGP സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ ഒഴിവാക്കണമെന്ന ആവശ്യവും ഘടകകക്ഷികൾ ഉന്നയിച്ചു. പ്രകാശ് ബാബു 2 തവണയാണ് ഇത്തരത്തിൽ ലേഖനം എഴുതിയത്. ഏറ്റവും കൂടുതൽ അദ്ദേഹം ജനയുഗത്തിൽ അതിരൂക്ഷമായ ഭാഷയിലാണ് ADGPക്കെതിരെയുള്ള ലേഖനം എഴുതിയത്. ഈ തരം ചോദ്യങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ മറുപടി, നിങ്ങൾ ഘടകകക്ഷികളെ തമ്മിൽ അടുപ്പിക്കാൻ നോക്കേണ്ടതില്ല എന്ന ഒരു തമാശ മട്ടിൽ അദ്ദേഹം പറഞ്ഞു പോവുകയായിരുന്നു. പക്ഷേ മറ്റെല്ലാ കാര്യങ്ങളിലും അങ്ങനെ കൃത്യമായി മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുടെ കാര്യത്തിൽ അത്ര കൃത്യമായ ഒരു മറുപടി അല്ല പറഞ്ഞത്. മാത്രമല്ല, EP ജയരാജൻ മുന്നണിയിൽ നിന്ന് പുറത്തുപോയത്, മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്തുപോയതിന്റെ സാഹചര്യമുണ്ട്. അതിലേറ്റവും വിവാദമായത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നടപടി കൂടുതൽ വിവാദമായത്, പ്രകാശ് ജാവദേക്കറെ കണ്ട സംഭവമായിരുന്നു. അക്കാര്യം തിരഞ്ഞെടുപ്പ് ദിവസം, പോളിംഗ് ദിവസം അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു. പിന്നീട് EP ജയരാജന് മുന്നണി കൺവീനർ സ്ഥാനം നഷ്ടമാകുന്ന നിലയുണ്ടായി. അവിടെയാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ എന്തിന് ADGP ഇങ്ങനെ RSS നേതാക്കളെ കണ്ടു എന്ന ചോദ്യം അവശേഷിക്കുന്നത്. ഈ മറ്റ് ആരോപണങ്ങൾ, അനധികൃത സ്വത്ത് സമ്പാദനമോ അല്ലെങ്കിൽ ആ തരത്തിൽ കൊലപാതകം നടത്തിയെന്നുള്ള PV അൻവറിന്റെ ആരോപണങ്ങൾ അങ്ങനെ തന്നെ പോകുമ്പോൾ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ഗൗരവമുള്ള വിഷയമായി കാണുന്നത് RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ കാര്യം തന്നെയാണ്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിന് പിന്നിൽ ADGPയുടെ പങ്കുണ്ട് എന്ന് തന്നെയാണ്, ആ തരത്തിൽ തന്നെയാണ് ഒരു വാദവും സംശയവും നേരത്തെ തന്നെ ബലപ്പെട്ടു വന്നത്. ആ തരത്തിലുള്ള നടപടികളുടെ ഭാഗമായി, അല്ലെങ്കിൽ ADGP മാറ്റിക്കൊണ്ടുള്ള ഒരു നടപടി, അത് തന്നെയാണ് പ്രധാനമായും ഘടകകക്ഷികൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. തീർച്ചയായും VV വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്.
വിമർശനം PV അൻവറിനെതിരായിരുന്നുവെങ്കിലും പിണറായി വിജയൻ ലക്ഷ്യമിട്ടത് പാർട്ടിയിൽ തനിക്കെതിരെ നീക്കങ്ങൾ നടത്തുന്നവരെയായിരുന്നു. P. ശശിക്ക് ക്ലീൻ ചിറ്റ് നൽകിയതും ശശിക്കെതിരെ നടപടി ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളുടെ മുനയൊടിക്കുന്നതായി. സമ്മേളനങ്ങളിലും ഇതിന്റെ അനുരണനങ്ങൾ ഉണ്ടാകും. പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ ശരീരഭാഷയും ശൈലിയുമായിരുന്നു അൻവറിനെതിരെയുള്ള പ്രതികരണങ്ങളിലും തെളിഞ്ഞുകണ്ടത്. വിഭാഗീയതയുടെ കാലത്തും തനിക്കെതിരെയുള്ള പടയൊരുക്കങ്ങൾ പാർട്ടി വിരുദ്ധ നീക്കങ്ങളായാണ് പിണറായി വിജയൻ വിശദീകരിച്ചിട്ടുള്ളത്. ഇവിടെ PV അൻവർ കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെന്നും കോൺഗ്രസ് പാരമ്പര്യമുള്ള ആളാണെന്നും പറഞ്ഞുവെച്ചത് അൻവറിനു വേണ്ടി പാർട്ടി പ്രവർത്തകർ ആരും ഇറങ്ങരുതെന്ന ലക്ഷ്യത്തോടെയാണ്. സംസ്ഥാന സമിതി അംഗമായ P. ശശി പാർട്ടി സെക്രട്ടേറിയറ്റിലേക്ക് ഉയർത്തപ്പെടുന്നത് തടയാനാണ് അൻവറിനെ കൊണ്ട് ശശിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചതെന്ന് പിണറായി കരുതുന്നു. അങ്ങനെയൊന്നും വിശ്വസ്തനെ വിട്ടുകൊടുക്കില്ലെന്ന് ഉറപ്പിക്കുന്നതായിരുന്നു ശശിക്ക് മുഖ്യമന്ത്രി നൽകിയ ഗുഡ് സർട്ടിഫിക്കറ്റ്. ശശിക്കെതിരെയുള്ള അൻവറിന്റെ പരാതി CPM നേതൃത്വത്തിനു മുന്നിലുണ്ട്. മുഖ്യമന്ത്രിയെ മറികടന്ന് ശശിക്കെതിരെ നടപടിയെടുക്കുക ഇനി അത്ര എളുപ്പമാകില്ല. CPM നേതൃത്വം മനസ്സുകൊണ്ടും CPI പരസ്യമായും ആവശ്യപ്പെട്ടതാണ് ADGP MR അജിത് കുമാറിനെതിരെയുള്ള നടപടി. ആരു പറഞ്ഞാലും ആരോപണത്തിന്റെ പേരിൽ മാത്രം നടപടിയെടുക്കാനില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞ മുഖ്യമന്ത്രി വെല്ലുവിളിച്ചത് മുന്നണിയിലെ പ്രധാന ഘടകകക്ഷികളെയാണ്. ഇക്കാര്യത്തിൽ CPIയുടെ പ്രതികരണം നിർണായകമാകും. എന്തിന് അപമാനം സഹിച്ച് ഇടതു മുന്നണിയിൽ തുടരുന്നുവെന്ന ചോദ്യം കുറെ നാളായി CPIയോട് കോൺഗ്രസും BJPയുമൊക്കെ ചോദിക്കുന്നുണ്ട്. പിണറായിൽ നിന്നും മുറിവേറ്റ CPI നേതൃത്വം പ്രവർത്തകരോട് എന്തു മറുപടി പറയും, പിടിച്ചു നിൽക്കുമെന്നതും ശ്രദ്ധേയമാകും. ചുരുക്കത്തിൽ സർക്കാരിലും CPMലും മാത്രമല്ല മുന്നണിക്കുള്ളിലും അസ്വാരസ്യങ്ങളുടെ രാഷ്ട്രീയ ദിനങ്ങളാണ് വരാനിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇപ്പോൾ കൃഷ്ണേന്ദു, നമ്മൾ മറ്റ് വാർത്തകളൊക്കെ നോക്കുന്നതിനിടയിൽ അതിഥി വിശേഷത്തിലേക്ക് കൂടി കടക്കുകയാണ് അല്ലേ? ഇന്നൊരു വളരെ വ്യത്യസ്തമാർന്ന ഒരു ആശയം അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ ഒരു വ്യക്തിത്വമാണ് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത്. ഒരു മിടുമിടുക്കിയാണ്. നന്ദ പവൻകുമാറാണ് നമുക്കൊപ്പം ഇന്ന് അതിഥിയായി ചേരുന്നത്. നന്ദ, മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് നന്ദ. ഗുഡ് മോർണിംഗ്. ഹായ്. ഗുഡ് മോർണിംഗ്. നന്ദയെക്കുറിച്ച് പറയുമ്പോൾ ആരും ആലോചിക്കാത്ത ആശയം എന്നതിനപ്പുറം സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്നുകൂടി ആർജിച്ചെടുത്ത ആത്മവിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിൽ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിച്ചെടുത്ത ഒരാശയം ഇപ്പോൾ രംഗത്തേക്ക് വെച്ച് ശ്രദ്ധേയായ ഒരു വ്യക്തിയാണ്. എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, സ്തനാർബുദം സ്ത്രീകളിൽ എത്രത്തോളം പടരുന്നുണ്ട്, ഇപ്പോൾ അത് വർദ്ധിച്ചു വരുന്നുണ്ട് അവരുടെ നിരക്ക് എന്നുള്ളത്. എത്രത്തോളം ബുദ്ധിമുട്ടുകളാണ് ഈ രോഗത്തിന് വിധേയരായി കഴിഞ്ഞാൽ സ്ത്രീകൾ അനുഭവിക്കുന്നത് എന്ന് നമുക്കറിയാം. അവരുടെ ആത്മവിശ്വാസത്തെ തന്നെ മാനസികമായി തകർക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അവർ ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന അല്ലെങ്കിൽ ജീവിച്ച രീതിയിൽ നിന്നൊക്കെ വസ്ത്രധാരണത്തിൽ പോലും മാറി ചിന്തിക്കേണ്ട സാഹചര്യത്തിലേക്കാണ് പിന്നീട് അവർ എത്തിച്ചേരുന്നത്. ശാരീരികമായി ഉണ്ടാകുന്ന വെല്ലുവിളികളുണ്ട്, അതിൽ ബുദ്ധിമുട്ടുണ്ട്, മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. അവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെ പിന്നീട് ഉപയോഗിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള വിഷമമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിക്കൊടുക്കാം എന്നുള്ള ഒരു ആശയവുമായിട്ടാണ് അവർക്ക് വേണ്ടി പുതുതായി ഡിസൈൻ ചെയ്ത ഒരു ഡിസൈൻ അവതരിപ്പിച്ചിരിക്കുകയായിരുന്നു നന്ദ പവൻകുമാർ. എന്തായാലും നമ്മൾ കൂടുതൽ പറയുന്നതിനേക്കാൾ നന്ദ തന്നെ അതേക്കുറിച്ച് കൂടുതൽ പറയുന്നതായിരിക്കും നല്ലത്, അല്ലേ നന്ദ? എങ്ങനെയാണ് നന്ദ ഈ ഒരു ആശയത്തിലേക്ക് എത്തിയത്? ഈ ഒരു ഡിസൈനിന്റെ പ്രത്യേകത അതെന്താണ്? ആദ്യം തന്നെ തുടങ്ങുന്നതിന് മുന്നേ ന്യൂസ് 18നോട് എന്നെ നന്ദി അറിയിക്കുകയാണ് ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. അതിനോടൊപ്പം തന്നെ ദൈവത്തിനോടും എന്റെ പേരൻസിനോടും സിബ്ലിങ്സ്, അമ്മമ്മ, ഫ്രണ്ട്സ് എന്റെ എല്ലാ ടീച്ചേഴ്സിനോടും നന്ദി പറയുകയാണ്. ഞാൻ ആക്ച്വലി ഒരു ബാച്ചുലർ ഓഫ് ഡിസൈൻ ഡിഗ്രി ഗ്രാജുവേറ്റ് ആണ്. കോളേജ് ഓഫ് ആർക്കിടെക്ചർ ട്രിവാൻഡ്രത്ത് നിന്നാണ് ഗ്രാജുവേറ്റ് ആയത്, കാറ്റ് കോളേജിൽ നിന്ന്. അപ്പോ കോളേജിന്റെ ഫൈനൽ ഇയർ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട്, അതായത് തീസീസിന്റെ ഭാഗമായിട്ട് നമുക്കൊരു പ്രോജക്റ്റ് ചെയ്യണമായിരുന്നു. അപ്പൊ തീസീസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടോപ്പിക് ചൂസ് ചെയ്തത്. വൈ? ബിക്കോസ് എനിക്ക് പേഴ്സണലി ഭയങ്കര കണക്ഷൻ തോന്നിയ ഒരു ടോപ്പിക്കാണ്. കാര്യം എന്റെ അമ്മ ഒരു ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. അപ്പോ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അമ്മ അനുഭവിച്ച ഡിഫിക്കൽട്ടീസ് ഒക്കെ. അപ്പൊ അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി ആയിരുന്നു ഡ്രസ്സിങ്ങിൽ വന്ന ചാലഞ്ചസ് ഒക്കെ. അപ്പോ അമ്മ ശിവഗിരി, വർക്കല ശിവഗിരി സ്കൂളിലെ ഹയർ സെക്കൻഡറി ഇംഗ്ലീഷ് ടീച്ചർ ആയിരുന്നു. അപ്പൊ ആ സമയത്തായിരുന്നു അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നത്. അപ്പോ അമ്മ സ്ഥിരമായിട്ട് ധരിച്ചിരുന്ന ഡ്രസ്സിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഡ്രസ്സ് ധരിക്കേണ്ടി വന്നിരുന്നു. കാര്യം കംഫർട്ട് നോക്കുമ്പോൾ തന്നെ അമ്മ യൂഷ്വലി എടുത്തിരുന്നത് സാരി അല്ലെങ്കിൽ ചുരിദാറൊക്കെ ആയിരുന്നു. പക്ഷെ അത് ആ സമയത്ത് ഇടുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അമ്മയുടെ സ്റ്റൈലിൽ നിന്ന് മാറിയ ഡ്രസ്സസ് അമ്മയ്ക്ക് ഇടേണ്ടി വന്നിരുന്നു. അപ്പൊ എനിക്കത് മനസ്സിലായി അത് അത്ര
കംഫർട്ടബിൾ അല്ല, അവരുടെ സെൽഫ് എസ്റ്റീമിനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇത് അമ്മയുടെ മാത്രം ബുദ്ധിമുട്ടാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഈ ടോപ്പിക് എടുത്തത്. എനിക്കറിയാം കുറെ ഡിഫിക്കൽട്ടീസ് ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസിന് ഉണ്ട് എന്ന്. അപ്പൊ എത്രത്തോളം റെലവെന്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ടോപ്പിക് ചൂസ് ചെയ്തത്. അപ്പോ ഞാൻ അൺഫോർച്ചുനേറ്റ്ലി അമ്മയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയില്ല. 2018 അമ്മ മരണപ്പെട്ടു. അപ്പൊ എനിക്കത് കുറച്ചും കൂടി കണക്ഷൻ തോന്നിയ ഒരു ടോപ്പിക്കാണ്. ബിക്കോസ് സംഹൗ ഒരു സൊല്യൂഷൻ കൊണ്ടുവരണം എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോ ടോപ്പിക് എടുത്തതിന് ശേഷം ഞാൻ അന്വേഷിച്ചു, ലൈക്ക് ഡേറ്റ ഒക്കെ റിസർച്ച് പേപ്പറൊക്കെ സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായി ആൾക്കാർക്ക് ആക്ച്വലി ഇങ്ങനത്തെ കുറെ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ എത്രത്തോളം റെലവെന്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു അറൌണ്ട് 20 ക്യാൻസർ പേഷ്യൻസിനെയും സർവൈവേഴ്സിനെയും ഒക്കെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായത് അമ്മയുടെ മാത്രം ഡിഫിക്കൽട്ടി അല്ല, കുറെ പേര് ഈ സൊസൈറ്റിയിൽ ഇത് നേരിടുന്നുണ്ട്, അവർക്ക് ഇതൊരു പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ സംഹൗ ഐ വാണ്ടഡ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഇതിന് വേണ്ടി. ഇതായിരുന്നു മെയിൻ റീസൺ എടുക്കാനായിട്ട്. നന്ദ, ആദ്യം തന്നെ വലിയൊരു അപ്രിസിയേഷൻ ഞങ്ങൾ നേരുകയാണ്. വലിയൊരു കയ്യടി അർഹിക്കുന്ന കാര്യം തന്നെയാണ് എന്തായാലും നന്ദ. ഈ നന്ദ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കൈകൾ ഉയർത്താതെ തന്നെ ഇടാൻ കഴിയുന്ന കുർത്തകളുണ്ട്, ബ്ലൗസുകളുണ്ട്, നൈറ്റികളുണ്ട്. യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാം. സ്ത്രീകൾക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇപ്പോൾ ഒരു സാരി ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് ടീച്ചർ, നന്ദയുടെ അമ്മ ടീച്ചർ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അമ്മ കൂടുതലും സാരി ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ ഇപ്പം നമ്മുടെ കേജിലുള്ള ഒരു പെട്ടെന്ന് ഒരു ആവശ്യത്തിന് വരുമ്പോൾ കുർത്ത അല്ലെങ്കിൽ ചുരിദാർ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ പ്രിഫർ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള എല്ലാ കോസ്റ്റ്യൂംസിലും നന്ദയുടേതായ ഒരു ഒരു മാറ്റം കൊണ്ട് ഒരു ഇന്നോവേഷൻ നടത്തിയിട്ടുണ്ട്. അത് ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ ഒരു സമയത്ത് വളരെ എളുപ്പത്തിൽ ഈ വസ്ത്രങ്ങൾ ധരിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. എനിക്ക് തോന്നുന്നു നന്ദ, ഈ അണ്ടർസ്കേർട്ട് ഒക്കെ ഫിറ്റ് ചെയ്ത് വരുന്ന സാരികൾ അല്ലേ, അങ്ങനെയല്ലേ അത് ഡിസൈൻ ചെയ്തേക്കുന്നത്? അതെ, മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്ന ഡ്രസ് എന്ന് പറഞ്ഞാൽ സാരി, കുർത്തി, നൈറ്റി, ഇത് മൂന്നുമാണ്. കാര്യം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണ് ഞാനിത് ഫോക്കസ് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ എടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ അഡാപ്റ്റീവ് അപ്പാരൽ ഫോർ ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസ് എന്നുള്ളതാണ്. അപ്പോ അത് അഡാപ്റ്റീവ് അപ്പാരൽ എന്ന് പറഞ്ഞ കാറ്റഗറി ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ, അതായത് ഒരു സാരി, കുർത്തി, നൈറ്റി അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്ലോത്തിങ് ഇല്ല. അങ്ങനെ അഡാപ്റ്റീവ് അപ്പാരൽ ബേസിക്കലി എന്ന് വെച്ചാൽ അവർക്കുള്ള ഒരു ഡിഫിക്കൽട്ടീനോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്ലോത്തിങ് എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ കറന്റ്ലി മാർക്കറ്റിലുള്ളത് കുറച്ച് വെസ്റ്റേൺ സ്റ്റൈലിലുള്ളതായിരിക്കാം. മേ ബി ഒരു ടീഷർട്ടോ ഷർട്ടോ ഒക്കെ ആയിരിക്കാം. അത് മാത്രമല്ല, അത് കാണുമ്പോൾ ഒറ്റ നോട്ടത്തുനിന്ന് നമുക്ക് മനസ്സിലാവും ഇത് കുറച്ച് വേറിട്ട് നിൽക്കുന്ന ടൈപ്പ് ഓഫ് ക്ലോത്തിങ് ആണെന്ന്. അപ്പൊ അത് അവരെ സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു ടൈപ്പ് ഓഫ് ക്ലോത്തിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത് മാത്രമല്ല, അത് വളരെ കോസ്റ്റ്ലിയും ആണ്. അപ്പം എന്റെ ഒരു ഡിസൈനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മാക്സിമം ആൾക്കാർക്ക് അത് ഈസിലി ആക്സസിബിളും അഫോർഡബിളും ആക്കാന്നുള്ളതാണ്. അതേപോലെ സൊസൈറ്റിയിൽ ഒരു ഇൻക്ലൂസീവ് ഫീലിംഗ് വരുത്തണം എന്നുള്ളൊരു ഇതും കൂടിയായിരുന്നു. അപ്പോൾ കുറെ കൺസിഡറേഷൻസ് ഉണ്ടായിരുന്നു. ഇത് മെയിൻ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഇന്റർവ്യൂ ചെയ്യാൻ നിന്ന് 20ഓളം പേഷ്യൻസും സർവൈവേഴ്സും ഉണ്ടായിരുന്നു. അവരോട് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ. കാര്യം അവർ കാരണമാണ് എനിക്ക് ഇത്രയും പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവരെല്ലാരും കോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയും പറ്റിയത്. അതോടൊപ്പം തന്നെ RCCയിൽ ഞാൻ പോയിരുന്നു. അവിടുത്തെ ഡോക്ടർ മാളു റാഫി വളരെ അധികം സഹായിച്ചിരുന്നു. ഞാൻ ഡോക്ടറിന്റെ ഒപ്പീനിയൻ ചോദിച്ചിരുന്നു, എന്തൊക്കെയായിരിക്കാം അവർക്ക് വരുന്ന ഡിഫിക്കൽട്ടീസ്, അല്ലെങ്കിൽ എന്തൊക്കെ കൺസിഡറേഷൻ ആണ് കൊണ്ടുവരേണ്ടത്. അപ്പൊ മെയിൻ ആയിട്ട് അവർ പറയുന്നത് കോട്ടൺ ക്ലോത്ത്സ് ആണ് പ്രിഫർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ആണ് ഞാൻ ചെയ്തത്. അപ്പം ഈ പ്രോജക്റ്റിൽ എന്നെ ത്രൂ ഔട്ട് ഹെൽപ്പ് ചെയ്തത് എന്റെ കോളേജിലെ സാറാണ്. എന്റെ മെന്റർ ആയിരുന്നു ഡോക്ടർ ചൈതന്യ സോളങ്കി സാറ്. മധ്യപ്രദേശുകാരനാണ്. കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പം ഞാൻ കുറെ ഭാഗത്ത് സ്റ്റക്കായി നിന്ന സമയമുണ്ട്. പക്ഷെ സാറാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തതും ഇത്രയും ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഹെൽപ്പ് ചെയ്തത്. ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ എല്ലാവരോടും. ഇങ്ങനെ ഒരു സൊല്യൂഷൻ വന്നത് കാരണം ആൾക്കാർക്ക് വളരെ ഹെൽപ്ഫുൾ ആണെന്നും മനസ്സിലാക്കാൻ അറിഞ്ഞു. കാര്യം ഇത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു ഡിസൈൻ ഡെവലപ്പ് ചെയ്തപ്പം ഈ ക്യാൻസർ സർവൈവേഴ്സും പേഷ്യൻസും ആയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പൊ ഫസ്റ്റ് റൗണ്ട് ഓഫ് ടെസ്റ്റിംഗിൽ മനസ്സിലായി കുറച്ച് പോരായ്മകൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് രണ്ടാമത്തെ ടെസ്റ്റിംഗിൽ മാറ്റിയിട്ട് വീണ്ടും കൊടുത്തപ്പോൾ അവർക്ക് അത് കംഫർട്ടബിൾ ആയിട്ട് തോന്നി. അങ്ങനെയാണ് അത് ഫൈനൽ ഡിസൈൻ ആക്കിയത്. അപ്പം എല്ലാവർക്കും അത് വളരെ ഹെൽപ്ഫുൾ ആണ് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. കാര്യം അറ്റ്ലീസ്റ്റ് സംബഡി ഈസ് ഫൈൻഡിങ് ഒരു ഒരു ഹോപ്പ് ഉണ്ട്. കാര്യം അവർക്ക് അവരുടെ സ്റ്റൈലിൽ നിന്ന് വ്യത്യാസം വരില്ല. ഓൾസോ സൊസൈറ്റിയിൽ ഒരു ഇൻക്ലൂസീവ് ഫീൽ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഡിസൈൻ ചെയ്ത ഡ്രസ്സ്
ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ വേറിട്ട ഡ്രസ്സായിട്ട് തോന്നില്ല. ഒരു സാരി അല്ലെങ്കിൽ ഒരു നൈറ്റി കുർത്തിയൊക്കെ ഇട്ടിരിക്കുന്ന പോലെ തോന്നുള്ളൂ. ബട്ട് അത് ഇടുന്ന രീതിയിലാണ് വ്യത്യസ്തമായിട്ടുള്ളത്. അധികം ഡിഫിക്കൽട്ടി ഇല്ലാണ്ട് അവർക്ക് ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. യെസ്, നന്ദ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ ഇപ്പോൾ ഒരു സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ തിസീസിൻ്റെ അല്ലെങ്കിൽ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നന്ദ ഇങ്ങനൊരു കൺസെപ്റ്റിൽ എത്തിയത്. അപ്പോൾ ഇതിങ്ങനെ മാർക്കറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയതല്ല, ഇപ്പോൾ ഒരു വലിയ ഗ്രോയിങ് സ്റ്റേജിലാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു രീതിയിൽ ഒരു ബ്രാൻഡിങ് എന്ന ഒരു ഐഡിയ എപ്പോഴാണ് ഉണ്ടായത്? ബ്രാൻഡിങ് ആക്ച്വലി നമ്മൾ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മളതൊരു ബ്രാൻഡ് പോലെ ചെയ്യണം. ബ്രാൻഡിങ് ഒക്കെ ഡിസൈൻ ഇതിൽ തന്നെ വരുന്നതായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത ഒരു ബ്രാൻഡ് നെയിമാണ് സുഖി എന്നുള്ളത്. അപ്പൊ ഞാൻ സുഖി എന്ന ബ്രാൻഡ് നെയിമാണ് ഇതിന് ഇട്ടിട്ടുള്ളത്. റീസൺ എന്താ വെച്ചാല് എനിക്ക് കംഫർട്ട് ഒരു മെയിൻ ഫാക്ടറാണ്. അപ്പൊ സുഖി എന്നുള്ള ഒരു ഇത് കംഫർട്ടായിട്ടും ഫീൽ ചെയ്യണം. അതേപോലെ തന്നെ എന്റെ അമ്മയുടെ പേര് സിന്ധു എന്നാണ്. അപ്പം അതുമായിട്ടൊരു കണക്ഷൻ വരണം എന്ന് തോന്നിയിട്ടാണ് സുഖിയുടെ ആക്ച്വൽ മീനിങ് ബിലവഡ് എന്നാണ് ജാപ്പനീസ് ഒരു ഇതില്. ഓൾസോ സുഖം എന്നുള്ള ഒരു ഫീലിംഗ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ ബ്രാൻഡ് നെയിം ഇട്ടത്. അതോടൊപ്പം ഇപ്പൊ ഞാൻ അത് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി ഇപ്പം ഇനിഷ്യൽ സ്റ്റേജിലാണ്. അപ്പം ഇത് ആൾക്കാരിൽ എത്തിക്കണം എന്നും വളരെയധികം ആഗ്രഹമുണ്ട്. കാര്യം ഇറ്റ് വിൽ ഹെൽപ്പ് ദം, അതറിയാം. പക്ഷെ അതിനു മുന്നേ തന്നെ ഒന്നും കൂടി എത്രത്തോളം ഇത് എന്താ പറയാ ആൾക്കാർക്ക് യൂസ്ഫുൾ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നതിന് മുന്നേ ഇത് ഇവർക്ക് കുറച്ച് ക്യാൻസർ പേഷ്യൻസിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ട് അവരത് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് അവരുടെ റിവ്യൂവും കൂടി എടുത്തിട്ട് എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരണമെന്ന് നോക്കിയിട്ട് പ്രൊസീഡ് ചെയ്യാന്നാണ് ഇപ്പം വിചാരിച്ചിരിക്കുന്നത്. തീർച്ചയായും അത് ഒരുപാട് ആളുകളിലേക്ക് എത്തേണ്ട ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. നേരത്തെ നന്ദ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് അത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഡിസൈനുള്ളതല്ല. മറ്റൊന്ന്, അതിന് വലിയ തുക മുടക്കേണ്ടി വരുന്നു. അപ്പോൾ നന്ദയുടെ പ്രൊഡക്ട്സ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന വിലയിൽ അത് എത്തുന്നു വിപണിയിലേക്ക് എന്നുള്ളതാണ് സന്തോഷം നൽകുന്ന കാര്യം. എന്തായാലും അത് എത്രയും പെട്ടെന്ന് വിപണിയിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്. നന്ദ, ഇതിപ്പോൾ ഒരു തീസിസിന് വേണ്ടി ചെയ്തതാണ്. അതിനപ്പുറം അതിന് വലിയൊരു മാനുഷിക മൂല്യം നന്ദ നൽകുകയായിരുന്നു. ശരിക്കും ഈ തീസിസിൻ്റെ മാർക്കിനപ്പുറം നന്ദ ചെയ്ത ഈ പ്രൊഡക്റ്റ് അത് ക്യാൻസർ രോഗികൾ ധരിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ വാക്കുകൾ ഉണ്ടാകുമല്ലോ. അവർക്ക് അത്രത്തോളം സന്തോഷം നൽകിയ ഒരു വസ്ത്രമാണ്, കംഫർട്ട് നൽകിയ വസ്ത്രമാണ്. അതാണ് ശരിക്കും നന്ദയ്ക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരം, അല്ലേ? അതെ, ഇവർക്ക് ടെസ്റ്റ് ചെയ്യാൻ പോയ സമയത്ത് തന്നെ അവരുടെ വാക്കുകൾ വളരെ എനിക്ക് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിട്ട് തോന്നി. ബിക്കോസ് അവരെല്ലാരും അനുഗ്രഹിക്കട്ടെ, മോൾ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്, ദൈവം അനുഗ്രഹിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇത് എന്തായാലും കൊണ്ടുവരണം. ഇത് എനിക്കൊരു പ്രോഫിറ്റിനെക്കാട്ടിലും ആൾക്കാർക്ക് ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ആകണം എന്നുള്ളതാണ് മെയിൻ റീസൺ. അപ്പം അവരുടെ എല്ലാം ഡിഫിക്കൽട്ടീസ് ഞാൻ ഓവർകം ചെയ്യാനുള്ള കൺസിഡറേഷൻസ് ഒക്കെ മാക്സിമം ഞാൻ ഡ്രസ്സിൽ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. മെയിനായിട്ട് ഈ ഡിസൈൻ എസ്തെറ്റിക്സ് ആണ്. അതല്ലാണ്ട് തന്നെ ഫങ്ഷണാലിറ്റി, ഇടുന്ന എളുപ്പത്തിനും പിന്നെ അല്ലാണ്ട് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് റിമൂവബിൾ പാഡിങ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ക്ലോത്തിങ്ങിൽ. പിന്നെ സൈഡിലൊക്കെ സിപ്സ് കൊടുത്തിട്ടുണ്ട്. കാര്യം അവർക്കൊരു ഡ്രെയിൻ ബാഗ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ബാഗ് ഉണ്ട് ആ സമയത്ത് അവർ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് യൂസ് ചെയ്യണം. അപ്പൊ അതൊക്കെ മാനേജ് ചെയ്യാൻ എളുപ്പത്തിൽ സൈഡിൽ സിപ്സ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് വരുന്ന ഒരു ഇഷ്യൂ ആണ് ലിംഫെഡിമ എന്ന് പറഞ്ഞിട്ട്. അതായത് അവരുടെ സർജറി കഴിയുമ്പം അവരുടെ ലിംഫ് നോട്ട്സ് ഒക്കെ റിമൂവ് ചെയ്യുന്ന കാരണം ഫ്ലൂയിഡ്സ് അക്യുമുലേറ്റ് ചെയ്തിട്ട് അവരുടെ ആംസ് ഒക്കെ സ്വോളൻ ആവും. അപ്പൊ അത് കാരണം അവരെപ്പോഴും പൊതുവെ ഇപ്പോൾ ഉള്ള ആൾക്കാർ ഭയങ്കര ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടും, അല്ലെങ്കിൽ കട്ട് ചെയ്ത ഡ്രസ്സ് ഇട്ടിട്ട് അവരുടെ ഷോള് വെച്ച് മറിച്ച് നടക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ കൺസിഡർ ചെയ്യുന്നത് അഡ്ജസ്റ്റബിൾ സ്ലീവ് ഓപ്ഷൻ ആണ്. അതായത് അവർക്ക് ഈ സ്വെല്ലിംഗ് വരുന്ന സമയത്ത് സ്ലീവ്സ് അഡ്ജസ്റ്റ് ചെയ്ത് ലൂസ് ആക്കി ഇടാനും അതേപോലെ തന്നെ ഇല്ലാത്തപ്പോൾ ടൈറ്റ് ആക്കാനും പറ്റുന്ന രീതിയിലാണ്. അപ്പം എല്ലാം മാക്സിമം എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ അതിൽ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് ഒരാളുടെ കംഫർട്ടിന് വേണ്ടിയിട്ട്. അച്ഛനും സിസ്റ്ററും ഒക്കെ എന്ത് പറഞ്ഞു നന്ദ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, അത് സക്സസ് ആയപ്പോൾ? അവരും വളരെയധികം സന്തോഷമുണ്ട്. അവർക്ക് എല്ലാവർക്കും അതെ. ഇപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിന് തന്നെ ഈ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടും ഫോട്ടോഷൂട്ടിനൊക്കെ വിളിക്കുമ്പോൾ തന്നെ അവരൊക്കെ വളരെ ഹാപ്പിയാണ് ഇതിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതില്. പിന്നെ അവരോട് ഞാൻ പ്രത്യേകം താങ്ക്സ് പറയുന്നു. ഈ മോഡൽസ് ആയിട്ട് നിന്നവരും പിന്നെ ഫോട്ടോ എടുത്ത് തന്നവരും വീഡിയോ എടുത്തവരും എഡിറ്റ് ചെയ്ത് തന്നവരും എല്ലാവരോടും ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ. കാര്യം അവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇത് പോസിബിൾ ആവില്ല. പിന്നെ എല്ലാവരും വളരെ ഹാപ്പിയാണ്. ബിക്കോസ് നല്ലൊരു സോഷ്യൽ കോസിന് വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഇത്രയും സന്തോഷവും ഉള്ളത്.
അപ്പോൾ ഇപ്പോൾ തീസിസ് ഒക്കെ കഴിഞ്ഞു, ഇനിയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ലേ നന്ദ? കഴിഞ്ഞു. ഞാൻ ഓഗസ്റ്റ് 2024 ബാച്ച് പാസ് ഔട്ട് ആണ്. അപ്പോൾ ഇനി എന്താണ് പ്ലാൻസ് പ്ലാൻസ്? എന്താണ്? ഇത് എന്തായാലും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ട് എന്തായാലും ഇത് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഇനി ഹയർ സ്റ്റഡീസ് നോക്കുന്നുണ്ട്, PG ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇനിയും ഇതുപോലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ആശയങ്ങൾ ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ടോ, ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെ? ആസ് ഓഫ് നൗ ഇല്ല, ബട്ട് ഹോപ്പ്ഫുള്ളി ഫ്യൂച്ചറിൽ ഉണ്ടാവും. തീർച്ചയായും ഉണ്ടാവട്ടെ, അതിന് നന്ദയ്ക്ക് കഴിയട്ടെ. അപ്പം എല്ലാവിധ ആശംസകളും ഞങ്ങൾ ന്യൂസ് 18ന്റെ ഭാഗത്തു നിന്നുകൂടി നന്ദയ്ക്ക് നേരുകയാണ്. നന്ദ ആദ്യമേ ഇങ്ങനെ ന്യൂസ് 18 നന്ദി പറഞ്ഞിരുന്നു. പക്ഷേ യു ഡിസേർവ് ഇറ്റ് നന്ദ, അതാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് 18 പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുന്ന ഒരു നല്ല ഗിഫ്റ്റ് തന്നെയാണ് നന്ദ എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിൽ ഒരു പ്രൊഡക്റ്റ് ഇനി ഒരുപാട് ആൾക്കാർ ഇതിനെ കുറിച്ച് ചിന്തിക്കും. അതാണ് അതിന്റെ ഒരു രീതി. അതെന്ന് വെച്ചാൽ ഒരു സ്റ്റാർട്ടാണ്, ഒരു സ്റ്റാർട്ടിംഗ് ആണ് നന്ദ ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്തായാലും. തീർച്ചയായും. അപ്പോ നമുക്ക് വീണ്ടും കാണാം. ഒരുപാട് നന്ദി ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഓൾ ദി ബെസ്റ്റ് നന്ദ. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ നന്ദ പവൻകുമാറാണ് നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ അതിഥി വിശേഷം കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട നാഷണൽ വാർത്തകൾ നോക്കണം, ഇന്റർനാഷണൽ വാർത്തകൾ നോക്കണം. അപ്പോൾ ഒരു ഇടവേള എടുക്കാം അല്ലേ? യെസ്, ഇടവേള. ഈ യന്ത്ര മോർണിംഗ് വൈബ്സിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ദേശീയ വാർത്തകളാണ്. എനിക്കൊപ്പം ER രാഗേഷ് ദേശീയ വാർത്തകളുമായി ചേരുന്നുണ്ട്. ER ഗുഡ് മോർണിംഗ്. ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് ചൂട് ഇങ്ങനെ ഏറുകയാണ്. മറ്റെന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകളാണുള്ളത്? ഒന്ന്, ജമ്മു കാശ്മീരിൽ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കുന്നു, 2ാം ഘട്ടത്തിൻ്റെ. ഒപ്പം തന്നെ അത് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയും ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാൻ പോവുകയാണ്. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പുള്ള പ്രഖ്യാപനം കൂടി ഉണ്ടായേക്കും. കൂടാതെ മറ്റ് വാർത്തകൾ, തിരുപ്പതി ലഡുവിലെ വിവാദം, അതുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്. ഏതായാലും വിശദമായി നോക്കാം. ജമ്മു കശ്മീരിലേക്ക് പോവുകയാണെങ്കിൽ ജമ്മു കശ്മീരിൽ 2ാം ഘട്ട വോട്ടെടുപ്പിൻ്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കുകയാണ്. ആദ്യഘട്ടം വോട്ടെടുപ്പ് 24 മണ്ഡലങ്ങളിൽ പൂർത്തിയായെങ്കിൽ ഇപ്പോൾ 2ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് 26 മണ്ഡലങ്ങളിലാണ് 25-ാം തീയതി വിധി എഴുതുന്നത്. ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് തെക്കൻ കശ്മീരിലെ മണ്ഡലങ്ങളും ഒപ്പം തന്നെ ജമ്മു മേഖലയിലെ മണ്ഡലങ്ങളുമാണെങ്കിൽ 2ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് സെൻട്രൽ കശ്മീരിലെ മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് വരുന്നു. അതായത് ശ്രീനഗർ, ഗന്ദർബാൽ തുടങ്ങിയ ബഡ്ഗാം തുടങ്ങിയ ജില്ലകളിലെ മണ്ഡലങ്ങൾ. ഒപ്പം ജമ്മു മേഖലയിലേക്ക് വരുമ്പോൾ രജൌരി, പൂഞ്ച് തുടങ്ങിയ മേഖലകളിലാണ് വോട്ടെടുപ്പ് നടക്കുകയും ചെയ്യുക. ഏതായാലും വാശിയേറിയ പ്രചാരണമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം ജമ്മു കശ്മീരിലെത്തിയിരുന്നു. അമിത്ഷാ അവിടെ ഉണ്ടായിരുന്നു. കോൺഗ്രസിനായി നാളെ രാഹുൽ ഗാന്ധി എത്തുകയാണ് പ്രചാരണത്തിന്. പ്രത്യേകിച്ച് അവസാന ദിനമാണ്. രാഹുൽ ഗാന്ധി വീണ്ടും അവിടെ എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് രാജ്നാഥ് സിംഗ്, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മു മേഖലയിൽ പ്രചാരണത്തിനുണ്ട്. ഒപ്പം BJP ദേശീയ അധ്യക്ഷനും ആരോഗ്യമന്ത്രിയുമായ JP നഡ്ഡയും ഇന്ന് പ്രചാരണത്തിനായി എത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ജമ്മു മേഖല എടുക്കുകയാണെങ്കിൽ അവിടെ കോൺഗ്രസും BJPയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ്. കശ്മീരിലേക്ക് വരികയാണെങ്കിൽ നാഷണൽ കോൺഫറൻസും ഒപ്പം തന്നെ PDPയും തമ്മിലുള്ള പോരാട്ടമാണെങ്കിൽ അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെയും എൻജിനിയർ റാഷിദിൻ്റെയും പാർട്ടിയുടെ സാന്നിധ്യം ആരുടെ വോട്ട് പിളർത്തും എന്നുള്ളത് നിർണായകമാണ്. രണ്ടാമതായി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കങ്ങൾ തുടങ്ങി, അല്ലെങ്കിൽ ഒരുക്കങ്ങൾ വിലയിരുത്താനുള്ള നടപടികൾ തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതായത് അടുത്ത മാസം ആദ്യവാരം മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ഇലക്ഷൻ സൈക്കിൾ നോക്കുകയാണെങ്കിൽ ഹരിയാനയ്ക്കൊപ്പം പ്രഖ്യാപിക്കേണ്ട തെരഞ്ഞെടുപ്പായിരുന്നു മഹാരാഷ്ട്രയിലേത്. കാരണം നവംബർ 26-ന് നിയമസഭയുടെ കാലാവധി അവസാനിക്കും. അപ്പോൾ അതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഉടൻ തന്നെ പ്രഖ്യാപനത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതായത് ജമ്മു കശ്മീരിലെയും ഹരിയാനയുടെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് മൂലം 8-ാം തീയതി പുറത്തു വന്നാൽ അതിന് തൊട്ട് പിന്നാലെ ഈ പ്രഖ്യാപനം ഉണ്ടാകും. ജാർഖണ്ഡിൽ അടുത്ത വർഷം ജനുവരി 5 വരെ നിയമസഭയുടെ കാലാവധിയുണ്ട്. ഏതായാലും നാളെയും മറ്റന്നാളും ജാർഖണ്ഡും അതിനുശേഷം മഹാരാഷ്ട്രയുമാണ് സന്ദർശിക്കുക. കേരളത്തെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം കേരളത്തിലെ 3 ഉപതെരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 2 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കേണ്ടിയിരിക്കുന്നു, പാലക്കാടും ചേലക്കരയും. ഒപ്പം വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും അതിനൊപ്പം പ്രഖ്യാപിച്ചേക്കും. ഏതായാലും ആദ്യ വാരം തന്നെ 10-ാം തീയതിയോടുകൂടിയൊക്കെ ഒരു പ്രഖ്യാപനം പ്രതീക്ഷിക്കാമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം കോൺഗ്രസിൻ്റെ ചില സംഘടനാ തലത്തിലെ ചില മാറ്റം ചൗധരി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇത്തവണ ബഹ്റാംപൂരിൽ നിന്ന് പരാജയപ്പെട്ടു. തുടർച്ചയായി അദ്ദേഹം വിജയിച്ച് വന്നിരുന്നൊരു മണ്ഡലമാണ്. ഇത്തവണ പക്ഷേ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ മുൻ ക്രിക്കറ്റ് താരം യൂസഫ് പഠാനോട് അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തത്. അതിന് പിന്നാലെ അദ്ദേഹം
PCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരുന്നു. ഇപ്പോൾ ഏതായാലും ശുഭാങ്കർ സർക്കാരിനെ അവിടെ PCC അധ്യക്ഷനായി നിയമിച്ചിരിക്കുകയാണ് AICC നേതൃത്വം. മല്ലികാർജ്ജുൻ ഖർഗെ ഇന്നലെ വൈകിട്ട് രാത്രിയോടുകൂടിയാണ് ഈ പ്രഖ്യാപനം നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം ജമ്മു കാശ്മീരിൽ ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്ന ജമ്മു കാശ്മീരിൽ 2 വർക്കിംഗ് പ്രസിഡന്റുമാരെ നിയമിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലേക്കും നേതൃത്വം എത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, തിരുപ്പതിയിലെ ലഡു വിവാദം, മൃഗക്കൊഴുപ്പുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കഴിഞ്ഞ ദിവസം തിരുമല തിരുപ്പതി ദേവസ്ഥാനം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഈ നെയ്യ് വിതരണം ചെയ്ത കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിരുന്നു. അതിന് പിന്നാലെ കമ്പനി തന്നെ ഇപ്പോൾ അതിനെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണമാണ് ഉന്നയിക്കുന്നതെന്ന വാദമാണ് ഇപ്പോൾ ഡിണ്ടിഗൽ ആസ്ഥാനമായ AR ഫുഡ്സ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് അവർ പറയുന്നത് അവർ എല്ലാവിധ പരിശോധനകളും നടത്തിയാണ് ഇത്തരം നെയ്യുകൾ ഒക്കെ തന്നെ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യാറുള്ളത്. തിരുപ്പതി ദേവസ്ഥാനത്തേക്ക് അയക്കുന്ന നെയ്യുകൾ നാഷണൽ ലാബിൽ പരിശോധിച്ച ശേഷമാണ് വിതരണം ചെയ്യാറുള്ളത്. അപ്പോൾ ഈ വാദങ്ങൾ തെറ്റാണ് എന്നാണ് അവർ ഇപ്പോൾ ഏതായാലും അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുന്നുണ്ട്. ആന്ധ്ര ഉപമുഖ്യമന്ത്രിയായ പവൻ കല്യാൺ ഈ വിഷയത്തിൽ ട്വിറ്ററിൽ പ്രതികരിച്ചിരുന്നു. അതിനെതിരെ വിമർശനവുമായി പ്രകാശ് രാജ് അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു. കാരണം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നടപടിയെടുക്കുകയാണ് ചെയ്തത്, മറിച്ച് വർഗീയത ആളിക്കത്തിക്കുന്ന തരത്തിലേക്ക് പ്രചാരണം നടത്തുന്നതായിരുന്നു പ്രകാശ് രാജിൻ്റെ വിമർശനം. ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ദേശീയ വാർത്തകൾ. ആര്യ, തീർച്ചയായും. അപ്പം താങ്ക് യു ER, സമഗ്രമായ ദേശീയ വാർത്തകൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചതിന്. എന്തായാലും നമുക്കൊരു മറ്റൊരു വാർത്ത കൂടി നോക്കിയിട്ട് പോകാം അല്ലേ? അപ്പോൾ വളരെ രസകരമായ ഒരു വാർത്തയിലേക്ക്, രസകരം എന്നതിനപ്പുറം ഒരു നല്ല വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം ഐഫോണിനൊക്കെ എത്രയാണ് വില എന്നുള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും അത് വാങ്ങാനുള്ള ക്യൂ ചെറുതല്ല. നമ്മളിപ്പം iPhone 16 ഇറങ്ങിയപ്പോൾ രാജ്യത്ത് എന്തൊരു തിരക്കാണ് ഇത് വാങ്ങാൻ. രാജ്യത്ത് മാത്രമല്ല, ലോകത്തുടനീളം വലിയ ജനപ്രീതി നേടിക്കൊണ്ട് അതിൻ്റെ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഐഫോണൊക്കെ നമുക്ക് കളഞ്ഞു കിട്ടിയാൽ അത് തിരിച്ചു കൊടുക്കുന്നത് ഭൂരിഭാഗം ആളുകളും ചെയ്യാത്ത കാര്യമാണ്. പക്ഷേ പുഴയിൽ നിന്നും കളഞ്ഞു കിട്ടിയ ഐഫോൺ ഉടമയ്ക്ക് തിരിച്ചു നൽകി മാതൃകയായിരിക്കുകയാണ് ഒരു കൂട്ടം യുവാക്കൾ. തിരുവമ്പാടി സ്വദേശി ആകാശിന്റെ നഷ്ടപ്പെട്ട ഫോണാണ് മുക്കം സ്വദേശികളായ ഫൈസലും സുഹൃത്തുക്കളും തിരിച്ചു നൽകി മാതൃകയായത്. കോഴിക്കോട് മുക്കം കുറ്റിപ്പാല സ്വദേശികളായ ഫൈസൽ, സുബൈർ, റംഷാദ് എന്നിവർ പുലൂരാംപാറ പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് 80,000 വില വരുന്ന ഐഫോൺ കളഞ്ഞുകിട്ടിയത്. ഫോൺ വൃത്തിയാക്കി സിം എടുത്ത് നടത്തിയ പരിശോധനയിൽ നിന്ന് ലഭിച്ച നമ്പറുകളിൽ ബന്ധപ്പെട്ടപ്പോഴാണ് ഉടമയായ ആകാശിനെ കണ്ടെത്തിയത്. ഫോൺ ആകാശിന്റേതാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഫൈസലും കൂട്ടുകാരും മുക്കം പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ഫോൺ ആകാശിന് കൈമാറി. വെറുതെ മണലിലിങ്ങനെ കളിക്കുന്ന സമയത്ത് എന്തോ സാധനം നമ്മുടെ കയ്യിൽ തടഞ്ഞു. അപ്പോൾ എടുത്തു നോക്കുമ്പോൾ ഒരു ഫോണാണ്. അങ്ങനെ നമ്മളത് എടുത്ത് ക്ലീൻ ചെയ്ത് പിന്നെ കുറച്ച് കഴിഞ്ഞ് അത് ചാർജ് ചെയ്തു. ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ചാർജ് ചെയ്തു. അതിൽ സിം എടുത്ത് അതിൽ സിമ്മിൽ നമ്പർ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്തു, ആളെ കിട്ടി, വിളിച്ചു. തിരുവമ്പാടി പൊനാംകയം സ്വദേശി ആകാശ് യാത്രക്കിടെ പുഴയിൽ കാൽ കഴുകാൻ ഇറങ്ങിയപ്പോഴാണ് ഫോൺ നഷ്ടപ്പെട്ടത്. യാത്ര ചെയ്ത ഇടങ്ങളിലെല്ലാം തിരച്ചിൽ നടത്തിയെങ്കിലും ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് തിരുവമ്പാടി പോലീസിൽ പരാതിയും നൽകി. 4 ദിവസത്തിനു ശേഷം ഫോൺ കേടുപാട് കൂടാതെ കിട്ടിയ സന്തോഷത്തിലാണ് ആകാശ്. മാതൃകാ പ്രവർത്തനം നടത്തിയ യുവാക്കളെ പോലീസ് അഭിനന്ദിച്ചു. ന്യൂസ് 18 മുക്കം. അപ്പോൾ മടങ്ങിയെത്തുമ്പോൾ എനിക്കിപ്പം വീണ്ടും കൃഷ്ണേന്ദു ചേരുന്നുണ്ട്. കൃഷ്ണേന്ദു ഇത്തവണ വന്നിരിക്കുന്നത് ഒരു കൂട്ടം ഇന്റർനാഷണൽ വാർത്തകളുമായിട്ടാണല്ലേ? നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബെയ്റൂട്ടിലും സിറിയയിലും മറ്റും ഇസ്രായേൽ ഇങ്ങനെ യുദ്ധം, പല ആക്രമണ രീതികളും കാണിക്കുന്നുണ്ട്. ആർക്കും ഇങ്ങനെ മുന്നേ നമ്മൾ കേട്ടിട്ടില്ലാത്ത തരം ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബെയ്റൂട്ടിലും പരിസരത്തും ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി മരണം. ഹിസ്ബുള്ളയുടെ 2 മുതിർന്ന നേതാക്കളടക്കം 37 പേരാണ് കൊല്ലപ്പെട്ടത്. അഭയാർത്ഥികൾ താമസിക്കുന്ന സ്കൂളിൽ അധിനിവേശ സേന നടത്തിയ ബോംബിങ്ങിൽ മാത്രം 22 പേർ കൊല്ലപ്പെട്ടു. 13 കുട്ടികളും 6 സ്ത്രീകളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് സമാനമായി 11 മാസമായി ലെബനൻ അതിർത്തിയിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ ഇതുവരെ 740 പേരാണ് കൊല്ലപ്പെട്ടത്. ആര്യ, നേരത്തെ പറഞ്ഞിരുന്നു ശ്രീലങ്കയിലെ തെരഞ്ഞെടുപ്പ്. ഈ ഒരു വർഷം എന്ന് പറയുന്നത് കുറേ സ്ഥലങ്ങളിൽ, കുറേ രാജ്യങ്ങളിൽ പല മേഖലകളിലായിട്ട് നിരവധി തിരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2022 എന്ന് പറയുന്നത് ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു, അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു വർഷമായിരുന്നു. വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ 2022 സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം ശ്രീലങ്കയിൽ ആദ്യ തിരഞ്ഞെടുപ്പ് ഇന്നലെ നടന്നു. 22 മണ്ഡലങ്ങളിലെ 1,70,00,000 വോട്ടർമാരിൽ 75% പേർ വോട്ട് രേഖപ്പെടുത്തി. വോട്ടെണ്ണൽ തുടങ്ങിക്കഴിഞ്ഞു. നിലവിലെ പ്രസിഡന്റും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ റനിൽ വിക്രമസിംഗെ, പ്രതിപക്ഷമായ SGABയുടെ സജിത്
പ്രേമദാസ, നാഷണൽ പീപ്പിൾസ് പവർ പാർട്ടിയുടെ അനുരകുമാര ദിസനായകെ, ശ്രീലങ്ക പൊതുജന പെരുമുനയുടെ നമൽ രാജപക്സ എന്നിവരാണ് പ്രമുഖ സ്ഥാനാർത്ഥികൾ. ഇന്ന് ഉച്ചയോടെയാണ് ഫലം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് ആര്യ. പിന്നെ എന്താണ് ഏറ്റവും മെയിൻ ആയിട്ട് പറയാനുള്ളത് മോദിയുടെ US സന്ദർശനം തന്നെയാണ്. അദ്ദേഹം 3 ദിവസത്തിനായിട്ട് US പോയിരിക്കുകയാണ്. അതായത് 23-ാം തീയതി വരെ അദ്ദേഹം US തുടരും. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി US എത്തിക്കഴിഞ്ഞു. 4ാമത് ക്വാഡ് ലീഡേഴ്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ, US എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന പ്രധാന സഖ്യമാണ് ക്വാഡ് എന്ന് പറയുന്നത്. മോദിക്കും ബൈഡനും പുറമെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബാനസ്, ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിദ എന്നിവരും ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ചയും നടത്തി. ഡെലാവെറിലെ വിൽമിംഗ്ടണിലെ ബൈഡന്റെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. 23-ന് UN കോൺക്ലേവിലും പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങും. UN ഉച്ചകോടിക്ക് എത്തുന്ന യുക്രൈനിയൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുമായി മോദി ന്യൂയോർക്കിൽ കൂടിക്കാഴ്ച നടത്തും. അപ്പോൾ അങ്ങനെയാണ് അന്തർദേശീയ വാർത്തകളുടെ ഒരു കാര്യങ്ങൾ അല്ലേ. ഇന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോദിയുടെ ന്യൂയോർക്കിൽ അദ്ദേഹം ഇന്ത്യൻ ജനതയെ അഭിസംബോധന ചെയ്യുന്നു. തീർച്ചയായും 10 വർഷത്തിന് ഇപ്പുറം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ബാരക് ഒബാമ ഉള്ള സമയത്താണ് ലാസ്റ്റ് മോദി പോയിരുന്നത്. അന്നത്തെ അവരുടെ ഒരു സംഭാഷണത്തിന്റെ ഇടയിൽ ഒരു ഭാഗമുണ്ട്. അതായത് ഇവർ രണ്ടുപേരും ലിമൂസിൻ വണ്ടിയിലാണ് പോകുന്നത്. അപ്പം നരേന്ദ്രമോദി ഇങ്ങനെ ഒബാമയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിന്റെ അമ്മയുടെ വീട് ആ വണ്ടിയുടെ അത്ര വലുപ്പമേ ഉള്ളൂ എന്ന് അദ്ദേഹം ഇങ്ങനെ തുറന്നു പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ ഒരു എന്താണ് അതിപ്പം നമ്മുടെ ലോകം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ ഈ ഒരു സമയത്ത് ഓർക്കുകയാണ്. അത് അതിനുശേഷം 10 വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ അവിടുത്തെ ഇന്ത്യൻ ജനതയെ അഭിസംബോധന ചെയ്യുകയാണല്ലോ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ചർച്ചയും കൂടി നടക്കുന്നുണ്ട്. നമ്മളിപ്പോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ബൈഡനും മോദിയുമായിട്ടും ഇന്നലെ ബൈഡന്റെ വസതിയിൽ ഒരു കൂടിക്കാഴ്ച ട്രംപുമായിട്ടും കൂടിക്കാഴ്ച. അത് ട്രംപ് തന്നെയാണ് പറഞ്ഞത്, എന്താണ് ഇദ്ദേഹം മോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന്. പക്ഷെ അതിന്റെ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. അതെ. അപ്പോൾ നമ്മൾ ഇനി കടക്കുന്നത് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ് അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ആരുടെയൊക്കെ ബർത്ത്ഡേ ആണ്, ആനിവേഴ്സറി ആണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരം മൺവിള സ്വദേശിനി പ്രജീഷയുടെ ജന്മദിനമാണ് ഇന്ന്. നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകയായ സുജ ചേച്ചിയുടെ മകളാണ് പ്രജീഷ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ. വെരി ഹാപ്പി ബർത്ത്ഡേ പ്രജീഷ. സ്പെഷ്യൽ ഡേ തന്നെയായിരിക്കും. സ്പെഷ്യൽ ഡേ. അപ്പോൾ സുജി ചേച്ചി ഇപ്പം നമുക്കൊപ്പം ഇവിടെ ഉണ്ട്, ഓഫീസിലുണ്ട്, എന്ന് മോർണിംഗ് ഷിഫ്റ്റിൽ വന്നിട്ടുണ്ട്. ഞാൻ കണ്ടപ്പോൾ ചോദിക്കുകയും ചെയ്തു, കൃഷ്ണേന്ദു പ്രജീഷയുടെ ബർത്ത്ഡേ ആയിട്ട് രാവിലെ തന്നെ വന്നേക്കുവാണോ ഡ്യൂട്ടിക്കെന്ന്. അപ്പം ഡ്യൂട്ടി ആണല്ലോ പ്രധാനം എന്ന് പറയുകയും ചെയ്തു ചേച്ചി. അപ്പോൾ പ്രജീഷയ്ക്ക് ഒരിക്കൽ കൂടി ന്യൂസ് 18ന്റെ വക എല്ലാവിധ ആശംസകളും, ഒപ്പം ഹാപ്പി ബർത്ത്ഡേ. വെരി ഹാപ്പി ബർത്ത്ഡേ. ഇനി കണ്ണൂർ പയ്യന്നൂർ ഏഴിലോട് സ്വദേശി അഭിനയുടെ ജന്മദിനമാണ് ഇന്ന്. ഹാപ്പി ബർത്ത്ഡേ അഭിന. അപ്പോൾ ഇതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ന്യൂസ് 18നോടൊപ്പം ചേർന്നുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ദിനങ്ങൾ, സ്പെഷ്യൽ ഡേയ്സ് ആഘോഷിക്കാവുന്നതാണ്. ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ഫോർമാറ്റിൽ സ്പെഷ്യൽ ഡേ, നെയിം, ഡേറ്റ്, ഫോൺ നമ്പർ എന്നിങ്ങനെ ഈ ഫോർമാറ്റിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. ഈ കാർഡ് നൽകൽ മാത്രമല്ല, നിങ്ങൾക്ക് തത്സമയം സൂമിലും ഞങ്ങൾക്കൊപ്പം ചേർന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ പ്രേക്ഷകരുമായും പങ്കുവയ്ക്കാൻ കഴിയുന്നതാണ്. എന്നാലും നമ്മൾ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണല്ലേ. മുഖ്യമന്ത്രി പരസ്യമായി തള്ളിപ്പറഞ്ഞതോടെ PV അൻവറിന്റെ അടുത്ത നീക്കം എന്താകുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. അൻവറിന്റെ പശ്ചാത്തലം ഇടത് പശ്ചാത്തലമല്ലെന്നും അൻവർ വന്ന വഴി കോൺഗ്രസിന്റേതാണെന്നും വ്യക്തമാക്കിയ മുഖ്യമന്ത്രി അൻവറിനെ തള്ളിയും P ശശിയെ സംരക്ഷിച്ചുമായിരുന്നു ഇന്നലെ മാധ്യമങ്ങളെ കണ്ടത്. വിവരങ്ങളുമായി CV അനുമോദ് നമുക്കൊപ്പം ചേരുകയാണ് മലപ്പുറത്ത് നിന്ന്. അനുമോദ്, ഇന്നലെ PV അൻവറിന് ഏറ്റ അടി അത് ചെറുതൊന്നുമല്ല, പൂർണ്ണമായും തള്ളിക്കളയുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വന്നത്. ഇത് അൻവറിനെതിരെ നിൽക്കുന്നവർക്ക് കൂടുതൽ ബലം നൽകുന്നതാണ്. ഇനി അൻവർ കൂടുതൽ പരിങ്ങലിലാകുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അൻവറിന്റെ നീക്കങ്ങൾ ഏത് തരത്തിലാകും എന്നുള്ളതാണ്. എന്താണ് അനുമോദിന് പറയാനുള്ളത്? ഗുഡ് മോർണിംഗ് ആര്യ. ഗുഡ് മോർണിംഗ് കൃഷ്ണേന്ദു. നമുക്കറിയാം PV അൻവറിന്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനം, മുഖ്യമന്ത്രി തന്റെ ആരോപണങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടും അദ്ദേഹം മുൻപെടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരുപക്ഷെ മുൻപത്തേക്കാളൊക്കെ കടന്നാക്രമിക്കുന്ന തരത്തിൽ അൻവർ ചില ഘട്ടങ്ങളിലൊക്കെ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. പ്രത്യേകിച്ച്
എന്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ ഇതെല്ലാം പറയേണ്ടി വന്നു, പാർട്ടിയുടെ രീതി അങ്ങനെയല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ താൻ നൽകിയ പരാതികളൊക്കെ അവിടെ കൃത്യമായി സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ പുസ്തകമാക്കാൻ തക്കവണ്ണം ഉണ്ട് പാർട്ടിക്ക് നൽകിയ പരാതികൾ. അതിലൊന്നും ഒരു നടപടിയും എടുക്കാത്ത സാഹചര്യത്തിൽ പാർട്ടി സംവിധാനത്തിൽ ഇത് അറിയിച്ച് നടപടി ഉണ്ടാകില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു പറഞ്ഞത് എന്ന് അൻവർ പറയുമ്പോൾ അത് എതിരാളികൾക്ക് ഒരു രാഷ്ട്രീയ ആയുധം വിട്ട് നൽകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നത്. ഇന്നലെ തന്നെ VT ബൽറാമിൻ്റെ ഫേസ്ബുക്കിലെ പോസ്റ്റിൽ അത് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു. അതായത് പാർട്ടിയിൽ പലവട്ടം അൻവർ ഇത് ഉന്നയിച്ചിട്ടും പാർട്ടി വേണ്ട പോലെ പരിഗണിക്കുന്നില്ല എന്ന അൻവറിൻ്റെ ആരോപണം, അതായത് പാർലമെന്ററി രീതികൾക്കപ്പുറത്തേക്ക് താൻ മാധ്യമങ്ങളോട് ഇതെല്ലാം തുറന്നു പറയേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചത് പാർട്ടി തന്നെയാണെന്ന് അൻവർ പറയുമ്പോൾ പാർട്ടിയിലെ ഒരു വിഭാഗത്തിലെ പിന്തുണ അൻവറിനുണ്ട് എന്ന് അൻവർ അവകാശപ്പെടുമ്പോൾ ഇത് എങ്ങനെ എതിർ രാഷ്ട്രീയ ചേരിയിലുള്ളവർ ഉപയോഗിക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഒന്നാമത് അൻവർ കണ്ണൂരിലെ സഖാക്കളുടെ ശബ്ദ സന്ദേശമടക്കം തൻ്റെ കൈവശമുണ്ടെന്ന് പറഞ്ഞ് മൊബൈൽ ഫോൺ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് പാർട്ടിയിലെ ഒരു വിഭാഗം തനിക്ക് ഒപ്പമുണ്ടെന്ന് അവകാശപ്പെട്ടത്. പാർട്ടി നേതൃത്വമല്ല, സാധാരണക്കാരായ ജനങ്ങളാണ് പാർട്ടി, അതുകൊണ്ട് തന്നെ താൻ ഒറ്റയ്ക്കല്ല എന്ന അദ്ദേഹം നേതാക്കളെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. എന്താണെങ്കിലും അൻവർ ഇനി ഒരു പരസ്യ പ്രതികരണത്തിന് ഇനി എപ്പോൾ തയ്യാറാകുമെന്നറിയില്ല. കൃത്യമായി അൻവർ ഉദ്ദേശിച്ച തരത്തിലേക്ക് കാര്യങ്ങൾ എത്താത്തതിൻ്റെ നിരാശ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കാരണം പാർട്ടിയിൽ നിന്നുള്ള പ്രതികരണം മുഖ്യമന്ത്രി തള്ളി പറഞ്ഞാലും പാർട്ടിയിലെ ഒരു വിഭാഗം അദ്ദേഹത്തിനൊപ്പം നിൽക്കുമോ, പാർട്ടി നേതൃത്വത്തിൻ്റെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കിനി അറിയേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ എന്താണ് രാഷ്ട്രീയ എതിർചേരിയുള്ളവർക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്, അല്ലെങ്കിൽ അവർ അൻവറിൻ്റെ വാക്കുകൾ മുഖ്യമന്ത്രിക്കെതിരെ ഇടതുപക്ഷത്തിനെതിരെ ആയുധമാക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്താണെങ്കിലും അൻവർ ഈ മുഖ്യമന്ത്രി അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞെങ്കിലും താൻ ഉന്നയിച്ച കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന നിലപാട് ആവർത്തിക്കുന്നതായിരുന്നു അൻവറിൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം. ഇന്ന് നമുക്കിന്ന് കണ്ടറിയേണ്ടത് അൻവറിൻ്റെ വാക്കുകളോടുള്ള രാഷ്ട്രീയ കേരളത്തിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ അനുമോദ, എന്തായാലും മുഖ്യമന്ത്രി ഇന്നലെ അങ്ങനെ ഒരു സന്ദേശമാണ് നൽകിയത്. അതായത് അൻവറിനെ തള്ളിക്കളയണം എന്നുള്ളത്, അത് അണികൾ ഏറ്റെടുക്കും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. അങ്ങനെയെങ്കിൽ അൻവർ ഇനിയുള്ള നീക്കം അത് ഏത് തരത്തിൽ കൊണ്ടുപോകുമെന്നുള്ളത് ഇതിനോടകം തന്നെ ചർച്ചയാകുന്നുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകർ മുന്നണി വിടും അൻവർ എന്ന തരത്തിൽ പോലും ആലോചിക്കുന്നുണ്ട്, അല്ലേ, നിരീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും അത് അൻവറിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനെ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ ഈ തള്ളിപ്പറച്ചിൽ ഒരു പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അൻവർ ഒരിക്കലും ഇടതുപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയോടെയല്ല ഈ ജയിച്ചു കയറിയിട്ടുള്ളത്. നിലമ്പൂരിൽ അൻവർ ജയിച്ചതൊക്കെ അൻവറിന്റെ സ്വന്തം കഴിവുകൊണ്ട് കൂടിയാണ്. അതായത് എവിടെ നിന്നാലും അൻവറിന് സ്വന്തമായിട്ടൊരു അണികളെ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്, അദ്ദേഹത്തിന് വിശ്വസ്തരായ അണികളുമുണ്ട്. സ്വാഭാവികമായിട്ടും അൻവറിനെ ഇടതുപക്ഷം പൂർണ്ണമായിട്ടും തള്ളിപ്പറയുമ്പോഴും അൻവറിന്റെ ഈ ഒരു ശേഷിയെ അവർക്ക് ഒരുപക്ഷെ അൻവർ എതിർത്താൽ അത് ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകുമോ എന്നൊരാശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിലമ്പൂർ മേഖലയിൽ 2 തവണ, അതായത് കോൺഗ്രസിൻ്റെ ഒരു കോട്ടയായിരുന്ന ആ നിലമ്പൂർ സീറ്റിൽ 2 തവണ ജയിച്ചു കയറി അവിടെ തൻ്റേതായ ഒരു ഇടം ഉറപ്പിക്കുവാനും സൈബർ ഇടങ്ങളിൽ ഇടതുപക്ഷ അണികളിൽ തന്നെ താൻ ഒരു സ്വതന്ത്രനായിട്ട് പോലും ഒരു സഖാവ് എന്ന ലേബലിൽ വളരുവാനും ഇടതുപക്ഷത്തിൻ്റെ നാവായി മാറുവാനും ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുമ്പോൾ അവർക്കെതിരെ ഒരു മയവും കൂടാതെ തിരിച്ചടിക്കുന്ന തരത്തിലേക്ക് അൻവർ മാറിയപ്പോൾ നിലമ്പൂരിനപ്പുറത്തേക്ക് അൻവറിൻ്റെ ആ ഒരു വിശ്വാസ്യത അല്ലെങ്കിൽ അൻവറിൻ്റെ ഖ്യാതി വളരുന്ന സാഹചര്യം, സാധാരണക്കാരായ അണികൾ അൻവറിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യം, അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുക എന്നത് നിലമ്പൂരിൽ മാത്രം ഉണ്ടാക്കുന്ന ഒരു പ്രതിസന്ധി ആവില്ല എന്ന ഒരു വിലയിരുത്തൽ പാർട്ടിയിലെ ഒരു വിഭാഗത്തിനുണ്ട്. രണ്ടാമതായിട്ട് അൻവർ ഉന്നയിക്കുന്ന കാര്യങ്ങളൊക്കെ പാർട്ടിയിലെ സാധാരണക്കാരായ അണികൾക്ക് വേണ്ടിയാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല P ശശിക്കെതിരെ അല്ലാതെ മറ്റൊരു നേതാവിനെ അദ്ദേഹം പ്രതിസന്ധിയിലാക്കിയിട്ടില്ല വാക്കുകൊണ്ടുപോലും. സ്വാഭാവികമായിട്ടും പാർട്ടി നേതൃത്വത്തിന് അൻവർ പറയുന്നത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും പാർട്ടിയിലെ വലിയ ഒരു വിഭാഗം അണികൾ, സാധാരണക്കാർ അൻവറിൻ്റെ
കൂടെ ഉണ്ട് എന്നൊരു പ്രതീതി അൻവറുണ്ട്. ആ വിശ്വാസം തന്നെയാണ് അൻവറിനെ മുന്നോട്ട് ഇപ്പോഴും നടത്തുവാൻ പ്രേരിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ ഒരുപക്ഷെ അൻവർ സ്വതന്ത്രനായിട്ട് നിന്നാൽ പോലും, ഇടതുപക്ഷത്തിന് പിന്തുണയില്ലാതെ നിന്നാൽ പോലും അൻവറിനൊപ്പം നിൽക്കുവാൻ ഇടതുപക്ഷത്തിലെ ഒരു വലിയൊരു വിഭാഗം ഉണ്ടാകുമെന്നൊരു കണക്കൂട്ടൽ അൻവറിനുണ്ട്. അത് മറ്റിടങ്ങളിലേക്ക്, നിലമ്പൂരിനപ്പുറത്തേക്ക് മറ്റു മണ്ഡലങ്ങളിലേക്ക് വ്യാപിക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ എന്തായാലും ഏറെ ദീർഘവീക്ഷണത്തോടെ നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന കാര്യമല്ല. അത് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആര്യ, തീർച്ചയായും CV അനുമോദാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. മലപ്പുറം പാലാങ്കര താന്നി പൊട്ടിയാൽ കുട്ടിയാണ് കിണറ്റിൽ വീണു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനക്കുട്ടിയെ പുറത്തെടുത്ത് കാട്ടിലേക്ക് തിരിച്ചുവിട്ടു. മണ്ണുമാന്ത്രി യന്ത്രത്തിന്റെ സഹായത്തോടെയാണ് ആനക്കുട്ടിയെ കിണറ്റിൽ നിന്ന് കയറ്റിയത്. ഇപ്പോൾ കൃഷ്ണേന്ദു, നമുക്കിനി കുറച്ച് സ്പോർട്സ് വാർത്തകൾ കൂടി നോക്കാം അല്ലേ? ഹരികൃഷ്ണനാണ് നമുക്കൊപ്പം ചേരുന്നത്. ഹരികൃഷ്ണൻ വരൂ, വെൽക്കം. ഗുഡ് മോർണിംഗ്. എന്താണ് സ്പോർട്സ് ലോകത്തെ വിശേഷം? സ്പോർട്സ് ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് സ്പോർട്സ് പ്രത്യേകിച്ച് വീട്ടിലിരുന്ന് കാണുന്നവർക്കൊക്കെ തന്നെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് മത്സരം തന്നെയാണ്. ആ ടെസ്റ്റിന്റെ 4ാം ദിവസമാണ് ഇന്ന്. പ്രത്യേകിച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശ് ഇന്ന് ബാറ്റിംഗിന് ഇറങ്ങുകയാണ്. 357 റൺസാണ് ബംഗ്ലാദേശിന് വിജയിക്കാനായിട്ട് വേണ്ടത്. ഇന്ത്യക്ക് ജയിക്കാനാണെങ്കിൽ 6 വിക്കറ്റ് മാത്രം മതി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ആദ്യ ഇന്നിംഗ്സിൽ 149 റൺസിന് തന്നെ ബംഗ്ലാദേശിനെ ഇന്ത്യൻ ടീം തൂത്ത് വാരിയതാണ്. അപ്പോൾ 357 റൺസ് ഒരു കൂറ്റൻ മലയാണ്. 4 വിക്കറ്റും പോയി കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് തന്നെയാണ് മേൽക്കൈ എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. 4 വിക്കറ്റിൽ 3 വിക്കറ്റും അശ്വിനാണ്, 1 വിക്കറ്റ് ബുംറയും നേടി. ഈ 3 വിക്കറ്റ് അശ്വിൻ നേടുമ്പോൾ അശ്വിൻ ഒരു മാൻ ഓഫ് ദി മാച്ച് തന്നെ നേടാൻ സാധ്യതയുണ്ട്. കാരണം ആദ്യ ഇന്നിംഗ്സിൽ അശ്വിൻ്റെ ഒരു സെഞ്ചുറി തന്നെയായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ രക്ഷാപ്രവർത്തനമായി മാറിയത്. ഇപ്പോൾ 2ാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റും ഇതുവരെ നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റ് മത്സരം 4ാം ദിനത്തിൽ തന്നെ അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മാറുന്നത്. അത് തന്നെയായിരിക്കാം രോഹിത് ശർമ്മയും കൂട്ടരും പ്രതീക്ഷിക്കുന്നത്. 5ാം ദിവസത്തിലേക്ക് കടക്കാതെ ഇന്നത്തോടുകൂടി തന്നെ ആ ടെസ്റ്റ് മത്സരം അങ്ങ് തീർത്ത് വിടുക എന്നുള്ളത് തന്നെയായി ബംഗ്ലാ കടുവകളെ കൂട്ടി തന്നെ അടച്ചിട്ടേക്കുക എന്നുള്ളതായിരിക്കും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് നമുക്ക് ക്രിക്കറ്റ് മത്സരത്തെ പറ്റി ഏറ്റവും പ്രധാനപ്പെട്ടത്. 357 റൺസാണ് ബംഗ്ലാദേശിന്റെ വിജയലക്ഷ്യം. മാത്രമല്ല ഇന്ന് ISL മത്സരവും കൂടി അരങ്ങേറുകയാണ്. ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ മത്സരം തികച്ചും നിരാശാജനകമായിരുന്നു. പ്രത്യേകിച്ച് അവസാന മിനിറ്റുകളിൽ വഴങ്ങിയ 2 ഗോളുകൾ, പഞ്ചാബ് എഫ്സിക്കെതിരെ വഴങ്ങിയ 2 ഗോളുകൾ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ ചങ്ക് നിറപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. കാരണം കൊച്ചി സ്റ്റേഡിയത്തിൽ ഹോം മത്സരമായിരുന്നു. ആ ഹോം മത്സരത്തിലെ സീസണിന്റെ തുടക്കം തന്നെ ഒരു തോൽവിയോടെ തുടങ്ങുക എന്നുള്ളത് ഒരു നിരാശാജനകമായ കാഴ്ചയായിരുന്നു. അത് പകരം വീട്ടാൻ ഇന്ന് ഈസ്റ്റ് ബംഗാളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായി വരുന്നത്. കൊച്ചി സ്റ്റേഡിയത്തിൽ തന്നെയാണ് 2ാമത്തെ മത്സരം, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 2ാമത്തെ മത്സരവും നടക്കുന്നത്. മൈക്കൽ സ്റ്റാറയാണ് ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ച്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആദ്യത്തെ മത്സരത്തിൽ ഒരു നിരാശാജനകമായ പ്രകടനം തന്നെയായിരുന്നു എന്നുള്ളതാണ്. ബോൾ എപ്പോഴും കൈ വെച്ചിട്ട് കാര്യമില്ല, അത് എതിർ ഹാഫിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കരുത്തും കൂടി ഉണ്ടാവണം എന്നത് പ്ലെയേഴ്സിനെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് കോച്ച് രംഗത്തെത്തിയത്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഡ്രസ്സിംഗ് റൂമിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടോ എന്നത് സംബന്ധിച്ചും ഒരു ചർച്ച നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഈസ്റ്റ് ബംഗാളിൽ ഡിമിട്രിയോസ് ഡയമൻഡക്കോസ് ആണ് അവരുടെ ഒരു പ്രധാന സ്ട്രൈക്കറായി വരുന്നത്. അപ്പോൾ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കഴിഞ്ഞ 2 സീസണുകളിലെയും ബ്ലാസ്റ്റേഴ്സിന്റെ കുന്തമുനയായിരുന്നു. കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ടോപ്പ് സ്കോററായിരുന്നു, ലീഗിലെ തന്നെ ടോപ്പ് സ്കോററായിരുന്നു. അപ്പോൾ അദ്ദേഹം കൊച്ചി സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുന്നു എന്നുള്ളതും കൂടി ഒരു കൗതുകകരമായ കാഴ്ചയാണ്. അപ്പോൾ അദ്ദേഹവും കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിൽ പറഞ്ഞിരുന്നൊരു കാര്യം, എൻ്റെ കഴിഞ്ഞ ടീമാണ്, പക്ഷേ എന്നാൽ പോലും ഞാൻ അതൊന്നും വകവെക്കുന്നില്ല, എനിക്ക് എൻ്റെ ഒപ്പോണൻ്റാണ്, എൻ്റെ ടീം ജയിക്കണമെന്ന് തന്നെയായിരുന്നു അദ്ദേഹവും പറഞ്ഞത്. അപ്പോൾ പ്രധാനമായും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ചെറിയൊരു കൺഫ്യൂഷനിലാണ്. കാരണം ആദ്യത്തെ മത്സരം 4-2-3-1 ഫോർമേഷനിലാണ്. ആദ്യത്തെ മത്സരം തന്നെ അങ്ങനെ ഒരു ഫോർമേഷനിൽ എന്തുകൊണ്ട് ഇറങ്ങി എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അത് തന്നെയാവാം തോൽവിക്ക് പ്രധാനമായും കാരണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ആ ലോൺ സ്ട്രൈക്കറായിരുന്നു ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ക്വാമി പെപ്ര മാത്രമായിരുന്നു സ്ട്രൈക്കറായി വന്നിരുന്നത്. അപ്പോൾ അത് മാറ്റിക്കൊണ്ട് ഒരു പുതിയ ഫോർമേഷനിലേക്ക് ടീം വരുമോ എന്നുള്ള സംശയങ്ങളൊക്കെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഹോം മത്സരത്തിലെങ്കിലും ഒരു 100% കപ്പാസിറ്റി ഉണ്ടാകും. കഴിഞ്ഞ തവണ 50% മാത്രമായിരുന്നു കപ്പാസിറ്റി ഉണ്ടായിരുന്നത്. ഇത്തവണ അങ്ങനെയല്ല, ഒരു ഫുൾ ക്രൗഡിൽ ഒരു മഞ്ഞപ്പട കലൂർ സ്റ്റേഡിയത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷയാണ് ടീം. ഞായറാഴ്ച കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലേക്ക് ടീമിനെ മൊത്തത്തിൽ എൻകറേജ് ചെയ്യാൻ വേണ്ടി മഞ്ഞപ്പട കൂടെ ഉണ്ടാകുമെന്ന് മനസ്സിലാവുന്നുണ്ട്. കേരളത്തിന്റെ ആ ഒരു വൈബ് എത്രത്തോളം ഉണ്ട്. ബ്ലാസ്റ്റേഴ്സ് ടീം എത്രമാത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിരാശയൊന്നും നമ്മളെ ഒരിക്കലും താഴ്ത്തിയിട്ടില്ല. എത്രത്തോളം പരാജയങ്ങൾ നേരിട്ടാലും കൊമ്പന്മാരുടെ ഫാൻസ് ഇങ്ങനെ അടിയുറച്ച് നിൽക്കും. അപ്പോൾ
ഇന്നും ബ്ലാസ്റ്റേഴ്സിന് വമ്പൻ ആത്മവിശ്വാസം നൽകിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് രണ്ടാമത്തെ മത്സരത്തിൽ ഇറങ്ങുകയാണ്. അപ്പൊ ആ ഒരു വിജയം ഈ കളിയിലെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും. അപ്പോൾ താങ്ക് യു ഹരി. അപ്പോൾ അതാണ് സ്പോർട്സ് വിശേഷങ്ങൾ. നമ്മൾ എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ കണ്ണോടിച്ചു. നമ്മുടെ മോർണിംഗ് വൈബ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പ്രേക്ഷകർ ന്യൂസ് 18നോടൊപ്പം തന്നെ തുടരുക. ശിരൂരിലെ തിരച്ചിലുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള വളരെ നിർണായകമായ വാർത്തകളിലേക്കൊക്കെ നമുക്ക് മടങ്ങിയെത്തണം. അപ്പോൾ പക്ഷേ മോർണിംഗ് വൈബ്സ് പൂർണ്ണമാവുകയാണ്. പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. നടത്തിയ